പാർട്ടിസിപ്പൻ്റ് ആണല്ലോ നോക്കട്ടെ. അമ്മ എത്രയായാലും അറിയിക്കുക. സംബോധരായി പാടി സംബോധരായി പാടി സ്വർഗമേ എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. ഗോപുരം പത്തും രണ്ടുരത്ത കല്ലുകളാൽ തീർത്തത മന്ദിരം പത്തും രണ്ടുരത്ത കല്ലുകളാൽ തീർത്തത മന്ദിരം കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശു ഒഴിച്ചിടും കണ്ണുകൾ തുളുമ്പിടും ആനന്ദാശു ഒഴിച്ചിടും എൻ ഭവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം. പ്രേമകാന്തനും
ആലാഖ ജാലങ്ങൾ നമ്മെ ചെന്ന് ആലയിക്കും എൻ അവനെ. ആലാഖ ജാലങ്ങൾ നമ്മെ ചെന്ന് ആലയിക്കും എൻ അവനെ. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. പ്രകാശിതം എന്തു പ്രശോഭിതം എന്തു പ്രകാശിതം എന്തു പ്രശോഭിതം. ഹല്ലേലൂയ പാടും ശുദ്ധദേവം ആലയം പൂരിതം. ഹല്ലേലൂയ പാടും ശുദ്ധദേവം ആലയം പൂരിതം. ഞാനും പാടി ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ. ഞാനും പാടിടും ആ കൂട്ടത്തിൽ ലയിച്ചിടും യുഗായുഗേ. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ദൂരെ മേഘപ്പാളിയിൽ ദൂരെ താരപാത വീജിയിൽ ദൂരെ മേഘപ്പാളിയിൽ ദൂരെ താരപാത വീജിയിൽ വൃന്ദങ്ങൾ സമ്പോദരായി പാടി സ്വർഗത്തിൽ സമ്പോദരായി പാടി സ്വർഗത്തിൽ. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം സമ്മോദകം. എൻ ഭവനം മനോഹരം എന്താനന്ദം വർണ്യാതീതം
Hallelujah. Praise Jesus. Praise Jesus. Praise Jesus. കർത്താവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആയിട്ട് ഈ വെക്കേഷൻ ടൈമിൽ ഒരു മീറ്റിംഗ് ആരംഭിക്കണമെന്ന് നമ്മൾ കർത്താവിൽ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ മെയ് മാസം 19-ാം തീയതി ഒരു മീറ്റിംഗ് നടത്താമെന്ന് നമ്മൾ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കൊറോണ വന്നിട്ട് എല്ലാം ലോക്ക്ഡൗൺ ആയത്. അതുകൊണ്ട് നമുക്ക് മീറ്റിംഗ് നടത്തുവാൻ കഴിയാത്തൊരവസരത്തിലേക്കായിരുന്നു നമ്മൾ പോയിരുന്നത്. കർത്താവിന്റെ കൃപയാൽ തീരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇങ്ങനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചത്. കഴിഞ്ഞ ആഴ്ച ഞായറാഴ്ചയായിരുന്നു ഇതിനെക്കുറിച്ചൊരു തീരുമാനമുണ്ടായതും. ഇങ്ങനെ മീറ്റിംഗിലേക്ക് നമുക്ക് കൂടി വരുവാൻ കർത്താവായ ദൈവം നമ്മളെ സഹായിച്ചു. ഇന്ന് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് നമ്മുടെ സെക്ഷനിൽ നമുക്ക് നടത്തുവാൻ കർത്താവായ ദൈവം നമ്മളെ സഹായിച്ചതിന്. മീറ്റിംഗിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗത്ത് കാനറ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വകയിലും സൗത്ത് കാനറ അസംബ്ലീസ് ഓഫ് ഗോഡ് യൂത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ വകയിലുമുള്ള എല്ലാ സ്വാഗതവും ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മളോട് ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ പോകുന്ന കർത്താവിന്റെ ദാസൻ ഇന്ത്യക്ക് വെളിയിലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് തോമസ് റാന്നി അവറുകളാണ്. കർത്താവിന്റെ ദാസൻ നമ്മളോട് ചില നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ മീറ്റിംഗിലേക്ക് ജോയിൻ ആകുവാൻ ഇടയായിത്തീരും. നമ്മുടെ സെക്ഷനിലെ ദേവദാസന്മാർ നമ്മളോട് കൂടെയുണ്ട്. വിശേഷാൽ നമ്മുടെ സെക്ഷന്റെ നേതൃത്വം വഹിക്കുന്നതായ കർത്താവിന്റെ ദാസൻ റെവറൻ നൈനാൻ മാത്യു അവറുകൾ നമ്മളോടൊപ്പമുണ്ട്. കർത്താവിന്റെ ദാസനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മീറ്റിംഗ് ഇന്ന് സൂമിൽ കൂടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗ് ലൈവായിട്ട് യൂട്യൂബിലും കാണാൻ കഴിയുന്നതാണ്. ആർക്കെങ്കിലും ഇതിന്റെ അകത്ത് സൂമിന്റെ അകത്ത് എന്തെങ്കിലും ട്രബിൾ ഉണ്ടായാൽ നിങ്ങൾക്ക് ലൈവായിട്ടും ആ മീറ്റിംഗ് വാച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. കർത്താവായ ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇന്നത്തെ മീറ്റിംഗിൽ ഇറങ്ങി വരണം. കർത്താവിന്റെ വലിയ പ്രസന്നത ഇന്ന് നമ്മൾ അനുഭവിച്ചറിയണം. അതിനുവേണ്ടി ദൈവസന്നിധിയിലേക്ക് നമുക്ക് എല്ലാവർക്കും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും നമ്മളെല്ലാവരും കർത്താവിന്റെ ആത്മാവിനാൽ ഒരുമിച്ച് ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാവരും കർത്താവിന്റെ ആത്മാവിൽ ഹല്ലേലൂയ യുണൈറ്റഡ് ആണ്. ആ ഒരു വിശ്വാസം നമ്മളിൽ ഭരിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി ഈ മീറ്റിംഗിൽ വ്യാപരിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ പാട്ടും വചനധ്യാനവും എല്ലാം ഒരു വിടുതലായി മാറുവാനിടയായി തീരും. നമ്മളെ തകർക്കുവാൻ നോക്കുന്ന ശത്രുവിനെ നമ്മൾ യേശുവിന്റെ നാമത്തിലും യേശുവിന്റെ രക്തത്തിലും ഇന്ന് പകൽക്കാലം ജയിക്കുവാനിടയായി തീരും. ആ വിശ്വാസമുള്ളവരെല്ലാവരും കർത്താവിനെ ഉത്സവിച്ചാട്ടെ. ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നിങ്ങളൊരു പക്ഷേ സ്ക്രീനിലായിരിക്കാം ഇത് കാണുന്നത്, പക്ഷേ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ വളരെ ശക്തിയോടെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആരാധിക്കുന്ന സമയത്ത് നിങ്ങളും ചേർന്ന് ആരാധിക്കണം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഇന്ന് മഹത്വപ്പെടുത്താം. ശത്രു ഹല്ലേലൂയ പല തന്ത്രങ്ങൾ കൊണ്ടുവന്നിട്ട് മീറ്റിങ്ങിനെ തകർക്കുവാൻ നോക്കുമ്പോഴും നമ്മൾ വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കാം. തീർച്ചയായും ഹല്ലേലൂയ ശത്രു പരാജയപ്പെടുവാൻ ഇടയായി തീരും. തീർച്ചയായും ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരും. ആ ഒരു വിശ്വാസം നമ്മളിൽ ഭരിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് നമ്മൾ ഈ മീറ്റിങ്ങിനെ ആരംഭിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ മീറ്റിങ്ങിനെ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്നത് സൗത്ത് കാനറ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നേതൃത്വം വഹിക്കുന്നതായ പാസ്റ്റർ നൈനാൻ മാത്യു അവറുകളാണ്. ദൈവത്തിന്റെ ദാസൻ ഇന്ന് മീറ്റിങ്ങിനെ പ്രാർത്ഥിച്ച് ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ കർത്താവിന്റെ ദാസൻ ആമുഖമായിട്ട് നമ്മളോട് സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി ഇപ്പോൾ കർത്താവിന്റെ ദാസനെ ക്ഷണിച്ചുകൊള്ളുന്നു. അനുഗ്രഹീതമായ ഈ നല്ല സമയം ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരുവാൻ ദൈവം തന്ന സമയത്തിനായി സ്തോത്രം. പ്രാരംഭമായി കണ്ണുകളെ ദൈവത്തിന് നമുക്ക് അടയ്ക്കാം. നമ്മുടെ വാത്സല്യ സഹോദരന്മാർ സഹോദരിമാർ ക്രമീകരിക്കപ്പെട്ടതായ ഈ അനുഗ്രഹീതമായ യൂത്ത് മീറ്റിംഗ് എല്ലാ ദൈവമക്കൾക്കും അനുഗ്രഹമായി തീരുവാൻ, കേൾക്കുന്നവർക്ക് കാണുന്നവർക്കും ഇത് അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി ദൈവസന്നിധി സമർപ്പിക്കുന്നു. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല ഉച്ചകഴിഞ്ഞ സമയത്തിനായി സ്തോത്രം. ഞങ്ങളുടെ സൗത്ത് കാനറയിലെ സഹോദരന്മാർ സഹോദരിമാർ കർത്താദാസന്മാർ ഒന്നിച്ച് ചേർന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ദൈവം സഹായിച്ചതിനായി സ്തോത്രം. പ്രാരംഭമായി ഇത് ക്രമീകരിക്കപ്പെടുവാൻ അധ്വാനിച്ച ദൈവദാസന്മാർ അവരുടെ പ്രയത്നങ്ങളെ ദൈവം അതിൻ്റെതായ നിലയിൽ അംഗീകരിച്ച് പ്രതിഫലവും നന്മയും കൊടുക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യുമാറാകണം. ഈ പകൽക്കാലം ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന കർത്താവിന്റെ ദാസനെ ഞങ്ങൾ ഓർക്കുന്നു.
കേൾക്കുന്ന ദൈവത്തിന്റെ വചനം, കേൾപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവം ഇടയാക്കണമേ. വിശേഷാൽ സൗത്ത് കാനറയിലെ ഓരോ സഭകളിലെ യുവതി യുവാക്കന്മാർക്ക് ആത്മീയ ഉത്തേജനത്തിന് ഇത് കാരണമായി തീരണമേ. ഈ പ്രാരംഭ സമയം ഞങ്ങൾ ഒന്നിച്ച് കർത്തദാസന്മാർ, ഈ സൂം മീറ്റിംഗിലുള്ള എല്ലാ ദാസന്മാർ ഒന്നിച്ച് ഈ മീറ്റിംഗിനെ പാദാന്തികം ഞങ്ങൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കട്ടെ. ഒരു ദൈവിക അനുഗ്രഹവും പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേക നിയോഗവും അതാതിടങ്ങളിൽ വ്യാപരിക്കണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ബലഹീനതകളും കുറവുകളും ഓർക്കാതെ വേണം കർത്താവ് ഈ മീറ്റിങ്ങിനെയും വാത്സല്യ പ്രിയ സഹോദരി സഹോദരന്മാർ, കർത്തദാസന്മാർ, സഭകളെയും ദൈവം അനുഗ്രഹിക്കണം. ഇന്ന് പകൽക്കാലം ദുഷ്ടന്റെ സകല അടവുകളെയും ശാസിക്കണം. ഈ സോഷ്യൽ മീഡിയ പരിശുദ്ധാത്മാവ് തന്നെ നിയന്ത്രിക്കണം. തിരുനാമത്തിന്റെ മഹത്വത്തിനായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം. ഇങ്ങനെ ഒരു മീറ്റിംഗിൽ ഞങ്ങൾക്കും അല്ലെങ്കിൽ എനിക്കും സംബന്ധിക്കുവാൻ ദൈവം തന്ന ഈ മനോഹര സമയത്തെ ഞാൻ ഓർക്കുന്നു. സൗത്ത് കാനറ സെക്ഷനിലുള്ള എല്ലാ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭകൾ, അതാതിടങ്ങളിൽ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസന്മാർ, അവരുടെ കുടുംബം, നമ്മുടെ സഭകളിലുള്ള സഹോദരന്മാർ, സഹോദരിമാർ, എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഒരു ശുശ്രൂഷകൻ നിലയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിലും പരിശുദ്ധാത്മാവ് വ്യക്തികളോടും സഭകളോടുമുള്ള ദൈവത്തിന്റെ ആലോചന നിറവേറ്റുന്നതായ ഒരു പ്രത്യേക നിയോഗത്തോടുള്ള മീറ്റിംഗ് ആയി തീരുവാൻ ഇടയായി തീരട്ടെ. ഇതിന്റെ കേൾവിക്കാരായി, കാഴ്ചക്കാരായി, ഒരുപക്ഷെ ഇതിനകത്ത് സൂമി വന്നിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു മീറ്റിംഗിൽ എനിക്ക് സംബന്ധിപ്പാൻ എനിക്ക് സാവകാശം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PS തോമസ് ഞാൻ വിശേഷാൽ വന്നരവും നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസന്റെ നേതൃത്വത്തിൽ സൗത്ത് കാനറ സെക്ഷൻ യൂത്ത് മീറ്റിംഗ് വളരെ മംഗളമായി നടക്കുന്നു. ഇന്ന് കേൾക്കുവാനും അറിയുവാനും ഇടയാകുന്നു. കർത്താവിന്റെ ദാസനെ ആ നിലയിൽ നേതൃത്വത്തിൽ ദൈവം ഉപയോഗിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടെയുള്ള എല്ലാ ദൈവദാസന്മാരെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർക്കുന്നു. അതോടെ CAയുടെ യൂത്ത് മീറ്റിംഗിനോട് ചേർന്ന് നിന്ന് കർത്താവിന്റെ ദാസനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സഹോദരന്മാരുണ്ടെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഞാൻ കർത്തനാമത്തിൽ അടുത്ത് ഒരു പരിചയമില്ലെങ്കിലും എന്റെ എളിയ വന്ദനവും നന്ദി ഞാൻ അറിയിക്കുന്നു. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ നേരിൽ കാണുവാനും നമുക്ക് നേരിൽ ഇടപെടുവാനും ശുശ്രൂഷയിൽ പങ്കാളികളാകുവാനും സാവകാശം പരിശുദ്ധാത്മാവാം ദൈവം അല്ലെങ്കിൽ പിതാവാം ദൈവം നമുക്ക് തരും എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴത്തെ ഈ പ്രത്യേക സാഹചര്യത്തില് ഇങ്ങനെ ഈ സൂം പ്രയർ മീറ്റിംഗ് ക്രമീകരിക്കപ്പെടുവാൻ നിങ്ങൾക്ക് ദൈവം തന്ന എല്ലാ സന്ദർഭങ്ങൾക്കായി സ്തോത്രം. ഞാൻ അവിടെ വന്ന് കണ്ടിടത്തോളം നമ്മുടെ സൗത്ത് കാനറ സെക്ഷനെ ഉള്ളതായ പരിമിതികൾ ഞാൻ മനസ്സിലാക്കുന്നു. എന്നിരുന്നാലും വാത്സല്യ സഹോദരി സഹോദരന്മാരും കർത്തദാസന്മാരും ഉത്സാഹത്തോടെ ഇങ്ങനെ ഒരു ക്രമീകരണത്തിലേക്ക് വരികയും ഇപ്രകാരം ക്രമീകരിക്കപ്പെടുവാനും ഇപ്പോഴേകദേശം 10-30ഓളം ആളുകൾ ഈ സൂം മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നു ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം തന്ന എല്ലാ ആധുനിക സംവിധാനങ്ങൾക്കും ക്രമീകരണങ്ങൾക്കുമായി സ്തോത്രം. നിങ്ങളെ എല്ലാവരെയും ധാരാളമായി ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമത്തിൽ ഉള്ള എളിയ വന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ കർത്താവ് വരാൻ താമസിച്ചാൽ ഈ പ്രതിസന്ധിയെ അതിജീവിച്ച് നാം വരും ദിവസങ്ങളിൽ കർത്താവിൽ ശക്തരും കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഒന്നോടൊന്ന് ചേർന്ന് നിന്ന് കരങ്ങളോട് കരങ്ങൾ കോർത്തു പിടിച്ച് വരും ദിവസങ്ങളിൽ ആ സൗത്ത് കാനറ സെക്ഷന്റെ സുവിശേഷീകരണത്തിന് ഭാഗവാക്കാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അതിനായി അവിടെയുള്ള കർത്താവിന്റെ ദാസന്മാരെയും ദൈവസഭകളെയും എന്റെ എളിയ ആഹ്വാനം ഞാൻ അറിയിക്കുക. ദൈവത്തിന് സ്തോത്രം. എന്നെ ഒരുപക്ഷെ നിങ്ങൾക്ക് മുൻ പരിചയമില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഇപ്പോഴും ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. ഞാൻ കോത്തന്നൂർ അല്ലെങ്കിൽ സദനേഷ്യ ബൈബിൾ കോളേജിന് അടുത്തായിട്ടുള്ള ഗുബി ക്രൂസിൽ താമസിക്കുന്നു. കർത്താവ് വരാൻ താമസിച്ചാൽ ഈ സാവകാശങ്ങൾക്ക് ഇപ്പോഴത്തെ സ്ഥിതി വിശേഷങ്ങൾ ഒന്ന് മാറിയാൽ ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്ക് നേരിൽ കാണാനും അവിടെയുള്ള സഭകളെ നമുക്ക് പരസ്പരം കൈത്താങ്ങാനൊക്കെ ദൈവം സാവകാശം തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മെ അതാതിടങ്ങളിൽ സൂക്ഷിപ്പാൻ ദൈവം സഹായിച്ചല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ PS തോമസ് ഈ മീറ്റിംഗിന്റെ വിവരം പറഞ്ഞ സമയം മുതൽ ഞങ്ങളും ഈ മീറ്റിംഗിന് വേണ്ടി പ്രാർത്ഥിപ്പാനും സൗത്ത് കാനറ സെക്ഷന് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഞങ്ങൾ നിരന്തരം ഇടവിൽ നിൽക്കുന്നു. ദൈവം നിങ്ങളെ വരും ദിവസങ്ങളിൽ ശക്തമായി ഓരോ സഭകളെയും അനുഗ്രഹിക്കും. സ്ഥിതിഗതികൾക്ക് ദൈവം വ്യത്യാസം തരും. അവിടെ യൂത്തിനെ ദൈവം കൃത്യമായും വളരെ ശക്തമായ നിലയിൽ വരും ദിവസങ്ങളിൽ കർത്താവ് ഉപയോഗിക്കും എന്ന് ഞാൻ ആശിക്കുന്നു. അതിനായി ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന കർത്താവിന്റെ വിലയേറിയ ദാസൻ പ്രിൻസ് തോംസനായി സ്തോത്രം. കർത്താവിന്റെ ദാസനുള്ള മനോഹരമായ ദൈവിക സന്ദേശം പരിശുദ്ധാത്മാവ് നൽകുന്നത്
കേൾപ്പാനുള്ള ചെവിയോടും അത് സ്വീകരിപ്പാനുള്ള ഹൃദയവിശാലതയോടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മെ, നമ്മുടെ സെക്ഷനെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊരു നിലയിലല്ല, ശാരീരികമായും മാനസികമായും ആത്മീയമായും വരും ദിവസങ്ങളിൽ എല്ലാ ഭൗതിക നിറവിനാലും ദൈവത്തിന്റെ ആത്മാവ് നിറച്ച് ഓരോ സഭകളും ഒന്നിനോടൊന്ന് ചേർന്ന് നിന്ന് ശക്തമായ ഒരു കൊയ്ത്തിന് വേണ്ടി ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള ആശയോടും പ്രാർത്ഥനയോടും ഞാനും ദൈവസ്ഥനിലായിരിക്കുന്ന കർത്താവ് വരും ദിവസങ്ങളിൽ തന്നെ ഇടയാക്കട്ടെ. വിശേഷാൽ ഇന്ന് പകൽക്കാലം ഈ സൂം മീറ്റിംഗ് ക്രമീകരിച്ച കർത്താവിന്റെ ദാസനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ സഹോദരന്മാരെയും പ്രിയപ്പെട്ടവരെയും CA കമ്മിറ്റിയെയും ഞാൻ ക്രിസ്തീയ വന്ദനങ്ങൾ ഒരിക്കൽ കൂടെ അറിയിച്ച് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും ഞാൻ തരിക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. Praise the Lord. Thank you, Pastor. Thank you very much. ഞങ്ങളോടുള്ള ഞങ്ങളുടെ സൗത്ത് കാനറ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ യൂത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നാമത്തിലുള്ള എല്ലാ നന്ദിയും ദേവദാസിനോട് ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും കർത്താവിന്റെ ദാസൻ ഞങ്ങളോട് ഒരുമിച്ച് ഞങ്ങളെ സഹായിക്കും, ഞങ്ങൾക്ക് ഗൈഡൻസ് തരുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ദൈവമക്കളെ, നമ്മളിപ്പോൾ അല്പസമയം ആയിരിക്കുന്നിടങ്ങളിൽ തന്നെ നമ്മൾ കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും വേണ്ടി പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ കൊറോണയുടെ സമയത്ത് ലക്ഷക്കണക്കിന് ആൾക്കാർ രോഗബാധിതരായി തീർന്നിരിക്കുക. ആയിരങ്ങളല്ല, ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ ഹല്ലേലൂയ ഇതുവരെയുള്ള സമയങ്ങളിൽ മരിച്ചിരിക്കുകയാണ്. എത്രയോ ഭവനങ്ങളിൽ ഹല്ലേലൂയ ദുഃഖത്തിന്റെയും നിലവിളിയുടെയും ശബ്ദം ഉയർന്നു. എങ്കിൽ നമ്മളെ അവിടെവിടങ്ങളായി കർത്താവ് പരിപാലിക്കുവാനിടയായി തീർന്നു. ഒരു കോഴി തന്റെ ചിറകിന്റെ കീഴിൽ കുഞ്ഞുങ്ങളെ വഹിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ വഹിച്ചു. ഹല്ലേലൂയ. കഴുകൻ തന്റെ ചിറകിന്റെ മീതെ തന്റെ കുഞ്ഞുങ്ങളെ പാലിക്കുന്നത് പോലെ കർത്താവ് നമ്മളെ പാലിക്കുവാൻ വേണ്ടി ഇടയായി തീർന്നു. ഹല്ലേലൂയ. എങ്കിൽ ഈ സമയത്ത് നമ്മൾ ആ ദൈവത്തിന്റെ കൃപയെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വൻ കൃപകൾ. ഹല്ലേലൂയ. ഇതിനെ ഓർത്തുകൊണ്ട് ഇന്ന് നമുക്ക് കർത്താവിനെ ഹല്ലേലൂയ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഇപ്പോൾ ഹല്ലേലൂയ ആരാധന ലീഡ് ചെയ്യുവാനായിട്ട് ബ്രദർ അജു ഫ്രം ഹല്ലേലൂയ നെട്ടന നമ്മളോട് ജോയിൻ ആകുന്നതായിരിക്കും. നമുക്കറിയാവുന്നതാണ് ആ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ചിറകടിയിൽ മറയ്ക്കുന്നത് പോലെ, കഴുകൽ തന്റെ വഹിക്കുന്നത് പോലെ നമ്മളെ അനുദിനവും പരിപാലിക്കുന്ന ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ കർത്താവിനെ പാടി മഹത്വപ്പെടുത്താം. കഴുകൻ തൻ കുഞ്ഞിനെ ക്ഷീരവിന്മീതെ വാഹിക്കും പോലെ, തൻ കുഞ്ഞിനെ ക്ഷീരകാരിൽ മാറയ്ക്കും പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ക്ഷീരവിന്മീതെ വാഹിക്കും പോലെ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വസ്തുതകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത വസ്തുതകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നീയല്ലയോ നടത്തിയത്. എൻ ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നീയല്ലയോ നടത്തിയത്. നിന്നതോ കൃപയാ ദൈവകൃപയാ നിർവീടും ദയയാ നിത്യദയയാ. നന്ദി യേശുവേ, നന്ദി യേശുവേ,
നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. കായം കൂടാതെ എന്നെ നടത്തിയതാ, വൈഷമ്യകാരം തിരിച്ചു എന്നെ നടത്തുന്നതാ. ഭയം കൂടാതെ എന്നെ നടത്തിയതാ, വൈഷമ്യമേറുകളിൽ കാരം തിരിച്ചു എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത നന്മകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ തീരാത്ത നന്മകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത ഒരായിരം നന്ദി.
Hallelujah, praise to Jesus. കൂടാതെ എന്നെ നടത്തിയതാ വൈഷമ്യമേടുകളിൽ കാലം പീഡിച്ചു എന്നെ നടത്തിയതാ ൂരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ തീരാത്തവൻ കൃപകൾ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് നിന്നതോ കൃപയാ ദൈവ കൃപയാ നിർത്തിയിടും ദയയാ നിത്യദയയാ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല എന്നെ നടത്തിയത് നിന്നതോ കൃപയാ ദൈവ കൃപയാ നിർത്തിയിടും ദയയാ നിത്യദയയാ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ പോരായിരം നന്ദി എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് എൻ ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് വോയിസ് കേൾക്കുന്നില്ല.
വാഴ്ത്തിയിടുക തുതിക്കാത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോട്ടാലെങ്ങനെ പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോട്ടാലെങ്ങനെ യേശുവെ മറന്നിരിക്കും യേശുവെ മറന്നിരിക്കും വാഴ്ത്തിയിടുക തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക ഈശാനമൂലം അടിച്ചുയർന്നു പടകു തകർന്നു തോന്നിയപ്പോൾ ഈശാനമൂലം പടകു തകർന്നു തോന്നിയപ്പോൾ നദിയിൽ ജയം തന്നഴക്കരങ്ങേ പാലനമോർത്തു കുറിച്ചിടുക നദിയിൽ ജയം തന്നഴക്കരങ്ങേ പാലനമോർത്തു കുറിച്ചിടുക വാഴ്ത്തിയിടുക തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക ഇന്നെന്ന ഭാരത്തപ്പോൾ ഒന്നും ഭയപ്പെടണം ഉയർത്തിയില്ലേ ഇന്നെന്ന ഭാരത്തപ്പോൾ ഒന്നും ഭയപ്പെടണം ഉയർത്തിയില്ലേ സാക്ഷയാൽ ഭക്തരെ പോറ്റിയനാഥന്റെ പാലനമോർത്തുന്ന കുറിച്ചിടുക സാക്ഷയാൽ ഭക്തരെ പോറ്റിയനാഥന്റെ സ്നേഹത്തെ ഓർത്തുന്ന കുറിച്ചിടുക വാഴ്ത്തിയിടുക തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക പച്ചപ്പുമേടുകളിൽ ദിനവും പാലിപ്പതോട്ടാലെങ്ങനെ പച്ചപ്പുമേടുകളിൽ ദിനവും പാലിപ്പതോട്ടാലെങ്ങനെ പലകരേറ്റുവെ മറന്നിരിക്കും അന്തരയൊന്നായി ഘോഷിക്കുക പലകരേറ്റുവെ മറന്നിരിക്കും അന്തരയൊന്നായി ഘോഷിക്കുക വാഴ്ത്തിയിടുക തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക കഷ്ടത്തിൽ കോട്ടയിലകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടണ്ടാവില്ലാതെ കഷ്ടത്തിൽ കോട്ടയിലകപ്പെട്ടപ്പോൾ അപ്പുറം കടന്നിടണ്ടാവില്ലാതെ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ രക്ഷിച്ച നാഥനെ സ്തുതിച്ചിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക വാഴ്ത്തിയിടുക സ്തുതിച്ചാർത്തിയിടുക അവന്റെ നാമം ഉയർത്തിയിടുക.
പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്, പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവം അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ ആരാധനയ്ക്കും അവൻ സ്തുതിക്കും യോഗ്യനായ കർത്താവാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളായിരിക്കുന്ന സ്ഥാനത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമ്മുടെ മെസ്സേജിലേക്ക് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ അതീവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നതിന് വേണ്ടി കർത്താവിന്റെ സന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസൻ ഇന്ന് നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ ഹല്ലേലൂയ അത് പ്രവർത്തിക്കുവാൻ വേണ്ടി നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവസന്നിധിയിന് വേണ്ടി സമർപ്പിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. അവൻ ആരും മൗനമായിരിക്കാതെ ഹല്ലേലൂയ ആരും മൗനമായിരിക്കാതെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ കർത്താവിന്റെ ദാസൻ PS തോമസ് അവറുകൾ ഹല്ലേലൂയ ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയും മുമ്പോട്ടുള്ള വചന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും ഹല്ലേലൂയ ആമേൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശേഷാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുവാൻ സ്വർഗം നമ്മളെ സഹായിച്ചു. തുടർന്നുള്ള ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തമായി നടത്തേണ്ടതിനായി ഒരു നിമിഷം നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ മീഡിയയിൽ നമ്മൾ അവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് അല്പസമയം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ജീവൻ പ്രാപിക്കേണ്ടതിന്, ഞങ്ങളുടെ ജീവനെ പുതുക്കിയെടുക്കേണ്ടതിന്, ഞങ്ങളുടെ ആത്മീക മണ്ഡലത്തെ ഒന്നും കൂടെ പണിയേണ്ടതിന്, ഞങ്ങളുടെ യുവജനങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവെ സ്വർഗത്തിലെ ദൈവം ഒരു അത്ഭുതകരമായ ഒരു വിഷയം ഞങ്ങളുടെ മധ്യത്തിൽ ചെയ്യേണ്ടതിന് ഈ ദിവസങ്ങൾ ഞങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി ഞങ്ങളെ സഹായിക്കണമെന്ന് ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലോകം ഭാരപ്പെടുന്നതായി സമയത്ത് ദൈവജനമാകും നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് പ്രാർത്ഥിക്കുമ്പോൾ ശിശാൽ കർത്താവിന്റെ ദാസൻ നമ്മളോട് കാലം വചനത്തിന്റെ ആഴങ്ങൾ സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും പ്രയോജനമായി തീരേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് ഒരു നിമിഷം എല്ലാവരും ആത്മാർത്ഥമായി നിങ്ങളുടെ കണ്ണുകളെ അടച്ച് അല്പസമയം ഒന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ മീറ്റിംഗിൽ വലിയ ശക്തിയോട് വെളിപ്പെടേണ്ടതിന്, നമ്മുടെ ആദരങ്ങളിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടേണ്ടതിന് ഒരു നിമിഷം നമ്മളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അല്പസമയം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വിശ്വസ്തനായ ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല പിതാവേ, മനോഹരമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കൃപയാൽ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കർത്താവ് ഈ സൂം മീറ്റിംഗ് ഞങ്ങൾക്ക് ഒരുമിച്ച് വരുവാൻ സ്വർഗത്തിലെ ദൈവം കർത്താവെ ഞങ്ങളുടെ മേൽ പകർന്ന ദൈവ പ്രവർത്തിക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു. മീഡിയയിൽ അവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ദൈവമക്കൾക്കായി, ദൈവസ്ഥന്മാർക്കായി, ഞങ്ങളുടെ യുവാക്കന്മാർക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവർ കർത്താവെ നിനപ്പെടുന്നതായ സമയം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽ കർത്താവെ ഞങ്ങൾ എല്ലാവരെയും അവിടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഞങ്ങളോട് വന്ന് സംസാരിക്കുന്ന ശ്രേഷ്ഠ ദൈവദാസനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാസനും ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലായ അനുഗ്രഹമായി തീരുവാൻ കർത്താവേ ചില യുവാക്കന്മാരുടെ ഹൃദയത്തിന് അത് വലിയ ശക്തിയായി മാറുവാൻ സ്വർഗം സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശ്രേഷ്ഠദാസനെ അവിടുത്തെ പൊന്നു കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താൻ അഭിഷേകത്തോടെ സംസാരിപ്പാൻ നിന്റെ ഭക്തനെ അഭിഷേകം ചെയ്യണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം മാത്രം മഹത്വം എടുക്കണം. താഴ്ത്തി ഏൽപ്പിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. ദൈവമക്കളെ, നമ്മൾ അടുത്ത സമയങ്ങളിൽ കർത്താവിന്റെ വചനം നമ്മൾ ശ്രവിക്കുവാൻ വേണ്ടി പോവുകയാണ്. ദൈവത്തിന്റെ ഹല്ലേലൂയ ആമേൻ സാന്നിധ്യം നമ്മുടെ മധ്യത്തിൽ ഇന്ന് പകൽക്കാലം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ സൂമിലൂടെയും അതേപോലെ യൂട്യൂബിൽ കൂടെയും ഞങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിന്റെ നാമത്തിൽ ഒരിക്കലും കൂടെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രിൻസ് തോമസ് റാന്നിയൂറുകൾ നമുക്കറിയാം, ഇന്ത്യ മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലും കർത്താവിന്റെ നാമത്തിനു വേണ്ടി വളരെയധികമായി പ്രയോജനപ്പെടുന്ന കർത്താവിന്റെ ദാസനാണ്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങൾ കർത്താവിന്റെ ദാസനോട് ഈ ആഗ്രഹം പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ താൻ ഇതിനെ സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന്റെ ദാസനോടുള്ള എല്ലാവിധ നന്ദിയെയും രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ അടുത്തുള്ള ഹല്ലേലൂയ ചില നിമിഷങ്ങൾ കർത്താവിന്റെ ദാസൻ നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ തന്നെ നിയന്ത്രിക്കുന്നത് പോലെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ താൻ നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. പ്രാർത്ഥനയോടെ ആയിരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഹല്ലേലൂയ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് ഇടപെടുവാൻ ഇടയായി തീരും. തീർച്ചയായും ദൈവാത്മാവിന്റെ ഒരു വലിയ ചലനം ഹല്ലേലൂയ നമ്മൾ അനുഭവിക്കുവാൻ ഇടയായി തീരും. ഈ ലോക്ക്ഡൌണിന്റെ സമയങ്ങളിലും നമുക്ക് വേണ്ടതായ ആത്മീക ബലവും ആത്മീക മന്നയും സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനം ചെയ്യുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ഈ
സമയം ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസനെ ഞാൻ വളരെ സ്നേഹപൂർവ്വമായി സൗത്ത് കേന്ദ്ര അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നാമത്തിലും അതേപോലെ സൗത്ത് കേന്ദ്ര അസംബ്ലീസ് ഓഫ് ഗോഡ് യൂത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നാമത്തിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാസൻ ഇപ്പോൾ നമ്മളോട് വചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് ദാസൻ ദൈവത്തെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകമായിട്ട് വന്ദനം പറയുന്നു. നമ്മള് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സാഹചര്യത്തില് ഇങ്ങനെ ഒരു ക്രമീകരണത്തോടെ ഈ യൂത്ത് മീറ്റിംഗ് നടത്താനുള്ള തീരുമാനത്തെ ദൈവം മാനിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവദാസന്മാരെ പ്രത്യേകം ഓർക്കുന്നു, യൂത്തിന്റെ ചുമതലക്കാരെ ഓർക്കുന്നു, വർഷിപ്പ് ലീഡ് ചെയ്ത പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. നമുക്കിങ്ങനെ കർത്താവിന്റെ പരിശുദ്ധമായ സന്നിധിയിലായിരിക്കാനായിട്ട് ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ശ്രദ്ധിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് വന്ദനം ചെയ്യുന്നു. തോന്നുന്നു ഇത് യൂട്യൂബിലോട്ട് പോകുന്നുണ്ടോ? ഉണ്ട് പാസ്റ്ററെ, യൂട്യൂബിൽ പോകുന്നുണ്ട്. യൂട്യൂബിലാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ദൈവം സഹായിക്കട്ടെ. അപ്പൊ നമുക്ക് പ്രാർത്ഥന ആയിരിക്കാം. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത് അധ്യായത്തിൽ നിന്ന് ചിന്തിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 1-ാമത് അധ്യായം. ഞാൻ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. എല്ലാവർക്കുമായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവദാസന്മാരെയും ഈ സഭയുടെ ഭാരവാഹികളെ എനിക്ക് തോന്നുന്നു ദൈവദാസന്മാരൊക്കെ വാങ്ങിച്ചിരുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും വന്ദനം. കർത്താവിനെ വെച്ചാൽ നമുക്ക് മോഹതാവിൽ കണ്ട് അടുത്തത് വരുന്ന വേഗത്തിലേക്ക് നാളുകളെ ദൈവം ചുരുക്കട്ടെ. മോഹതാവിൽ കണ്ട് ശുശ്രൂഷകളും കൂട്ടായ്മകളും അനുഭവിക്കാനായിട്ട് കർത്താവ് അവസരങ്ങളെ വേഗത്തിൽ ഒരുക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം യൂത്ത് മീറ്റിംഗ് ആണ്. റോമർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാമത് അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകുന്നുവല്ലോ. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകും. വിശ്വസിക്കുന്നവർക്ക് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാണ്. അതുകൊണ്ടാണ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വവും, രക്ഷിക്കപ്പെടുന്ന നമുക്കത് ദൈവശക്തിയാകും. വിശ്വസിക്കുന്ന ഏവൻ. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ലളിതപ്പെട്ട ഒരു കാര്യമാണ്. ലളിതമല്ല, ലളിതമാക്കി കർത്താവായ യേശു. മനുഷ്യന് അത് ഒരാത്മാവിന്റെ വില സർവ്വലോകത്തെക്കാട്ടിലും വലുതായതുകൊണ്ട് ഒരാത്മാവിന്റെ വിലയെ മനസ്സിലാക്കിയ ദൈവം തമ്പുരാൻ സ്വർഗവും ഒരു മനുഷ്യനും കൂടെ ഒരു ത്രാസിന്റെ 2 തട്ടി വെച്ചു. സ്വർഗം ഒരു തട്ടി. നമ്മൾ പറയുന്നത് സകല ലോകത്തെക്കാട്ടും വലുതാണ്. ഞാൻ ഇച്ചിലൂടെ കൂട്ടി പറയും, സ്വർഗത്തെക്കാട്ടും വലുതായിട്ട് ദൈവത്തിന് തോന്നി. അതുകൊണ്ടല്ലേ സ്വർഗം വിട്ട് കർത്താവ് മനുഷ്യനെ രക്ഷിക്കാൻ ഭൂമിയിലേക്ക് വന്നു. സ്വർഗം വിട്ടിട്ട് ഭൂമിയിലേക്ക് വന്നു. എന്തിനാ? നമ്മളെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ സ്വർഗത്തെക്കാൾ മനുഷ്യന് വിലയിട്ട ദൈവം. നമ്മളൊരു കാര്യം വിട്ടിട്ട് മറ്റൊന്ന് മേടിക്കുമ്പോൾ ഇതിനെക്കാട്ടിലും അതിന് വില ഉള്ളപ്പോഴല്ലേ ഇത് വിട്ടിട്ട് അത് മേടിക്കും. അപ്പം സ്വർഗത്തെക്കാട്ടിലും അതിന് വിലയുണ്ടെന്ന് തന്നതുകൊണ്ട് ദൈവം സ്വർഗത്തെ വിട്ടിട്ട് നമുക്ക് വേണ്ടി താൻ ലോകത്തേക്ക് ഇറങ്ങി വന്ന് കർത്താവായ യേശുക്രിസ്തു അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷം. സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ഓർത്തു കൊടുക്കും. അതാകുന്നു സുവിശേഷം. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ആ മരിച്ച നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷ, ആ രക്ഷയിൽ വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാണ്. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായി. വിശ്വാസത്തോളം നീതീകരണം റോമാലേഖനത്തിന്റെ ഒരു തീമാണ്. വിശ്വാസം നീതി, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. എന്നിട്ട് 18 മുതലുള്ള വാക്യം. അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തെക്കുറിച്ച് അറിയാകുന്ന അവർക്ക് വെളിവായിരിക്കുന്നു.
ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവിടുത്തെ നിത്യശക്തിയും ദിവ്യത്വമായി അവിടുത്തെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവിടുത്തെ പ്രവർത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. നോക്കൂ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. പ്രിയരെ, അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യന്റെ അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും. ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടും. ദൈവത്തെക്കുറിച്ച് അറിയാവുന്ന ദൈവം അവർക്ക് വെളിവാക്കി. എങ്ങനെ? നിത്യശക്തിയും ദിവ്യത്വമായി അവിടുത്തെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവിടുത്തെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ. പ്രിയമുള്ളവരെ, ഈ മനുഷ്യന് ദൈവം ഉണ്ടെന്നും ദൈവമാണ് ലോകത്തെ സൃഷ്ടിക്കുകയാണെന്നും ഒരു ദൈവം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പ്രത്യേകിച്ച് അറിവുകളൊന്നും വേണ്ട. ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കിയാൽ ഈ പ്രപഞ്ചം എന്തോ ഒരു നിഗൂഢമാണ്. ആ നിഗൂഢമായ പ്രപഞ്ചം നമ്മളിപ്പോ ഈ നമ്മുടെ കണ്ണെത്തുന്ന ലോകത്തൊക്കെ നോക്കിയാൽ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും. പക്ഷെ നിഗൂഢമായ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിന്റെ പല മിസ്റ്ററികളും ഇന്നും ആർക്കും അറിയത്തില്ല. ഗാലക്സികൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? എന്താ? നക്ഷത്ര സമൂഹം. ഒരു നക്ഷത്രം എന്ന് പറയുന്ന പോലും ഒരു സൂര്യന്റെ 10 മടങ്ങ് വലിപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്. ആ നക്ഷത്രങ്ങള് അനവധിയായി കൂടുന്ന നക്ഷത്ര സമൂഹങ്ങൾ, അങ്ങനെ എത്രയോ സമൂഹങ്ങൾ, അത് സഞ്ചരിക്കുന്ന ക്ഷീരപഥങ്ങൾ, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് പ്രപഞ്ചം. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ പത്രങ്ങളൊക്കെ വന്ന വാർത്തയുണ്ട്. കത്തിത്തീർന്ന വലിയ നക്ഷത്രങ്ങളുണ്ട്, സൂര്യന്റെ 10 മടങ്ങ് വലിപ്പമുള്ളത്. അത് അവിടെ മുഴുവൻ ഇരുട്ടാണ്. അതാണ് തമോഗർത്തങ്ങൾ. അവിടെ മുഴുവൻ ഇരുട്ടാണ്, കത്തി തീർന്നു പോയ നക്ഷത്രങ്ങളുള്ളത്. അതൊക്കെ ഇപ്പൊ എത്ര വർഷം മുമ്പ് കത്താൻ തുടങ്ങി. അപ്പൊ ഈ പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് നമ്മുടെ നിഗൂഢമായ നമ്മുടെ ബുദ്ധിക്ക്, നമ്മളിപ്പോ ഈ നവഗ്രഹ സങ്കല്പങ്ങളും നമ്മുടെ അടുത്തുള്ള ചന്ദ്രനും ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളൂ. പക്ഷെ പ്രപഞ്ചം ഭയങ്കര നിഗൂഢമായ ഒന്നാണ്. ഈ പ്രപഞ്ചത്തിൽ താളലബ്ധമായിട്ട് കാര്യങ്ങൾ പോകുന്നു. വസന്തം, ശിശിരവും ഹേമന്തവും വർഷകാലവും ഒക്കെ ഇങ്ങനെ മാറി മാറി വരും. പക്ഷെ മനുഷ്യൻ പ്രകൃതിക്ക് തടയിടുമ്പോൾ, അതുകൊണ്ടാണ് ദൈവം ഉണ്ടെന്ന് അറിയാൻ വേറെ ഒന്നും നോക്കണ്ട. ഇനി ഒന്നും വേണ്ട, നമുക്ക് നമ്മളെ നോക്കിയാൽ നമുക്കറിയാം ദൈവമുണ്ട്. അതുകൊണ്ടാണ് വേദോസം പഠിപ്പിക്കുന്നത് ഭയങ്കരവും അതിശയകരമായി ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ചിലപ്പോൾ ഓർത്ത് പോയിട്ടുണ്ട്, നമ്മുടെ കയ്യ് മസില് ഇങ്ങോട്ടെടുക്കുമ്പം നമുക്ക് ഇങ്ങോട്ടെടുക്കാൻ നോക്കുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മസിലൊക്കെ പിടിക്കാൻ. നമ്മുടെ കൈ ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോട്ടെ, ഈ കൈ ഇങ്ങോട്ട് മടങ്ങുന്ന പോലെ തന്നെ ഈ കൈ ഇങ്ങോട്ടും മടങ്ങിയാൽ, അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടോട്ടെ, ഇങ്ങനെ ആടും കിടന്ന് ഈ കൈ ഇങ്ങോട്ട് മടങ്ങുന്നു, അന്നേരമാണ് മസിൽ പിടിക്കുന്നത്. തിരിച്ച് പിടിച്ചിട്ട് ഇത് അതുപോലെ അങ്ങ് താഴോട്ട് പോയാൽ ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ? ഈ 6 പായ്ക്കും 8 പായ്ക്കും ഒക്കെ കാണിക്കുന്നതോട് ഞാൻ ചോദിക്കുക, ഈ കൈ ഇങ്ങോട്ട് വരുന്നു അതുപോലെ അങ്ങോട്ട് പോകും. ഈ കൈകളുടെ കൊണ്ട് വല്ല പ്രയോജനം? ഒരു പപ്പടം എടുക്കാൻ കൊള്ളാവോ? നമ്മുടെ മുടി വളരുന്നു, നമ്മുടെ മീശ വളരുന്നു, അത് നമ്മൾ വെട്ടുന്നു. നമ്മുടെ പിരിയം പോലും ചിലപ്പോൾ ചിലരുടെ വളരും, നല്ല കട്ടിപ്പിരിയം ഉള്ളവരുടെ പിരിയം ഇങ്ങനെ വെട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ കൺപീല ഇങ്ങനെ വളർന്നിട്ട് നമ്മളത് വെട്ടി അങ്ങനെ ഇരിക്കും. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു കൺപീല വെട്ടിക്കളഞ്ഞ് അവന് ഉറങ്ങാൻ പാടായിപ്പോയി. കാരണം ഇത് കണ്ണടയ്ക്കുമ്പോൾ കൊള്ളും. ഇപ്പൊ കൺപീല് വരാത്ത എന്തുകൊണ്ടാണ്? വളരുവാണെങ്കിൽ എല്ലാം വളരണ്ടേ? നമ്മുടെ കൊറോണ വൈറസ് അതുകൊണ്ട് ചൂടുവെള്ളം കുടിക്കണം എന്ന് പറയുന്നത്. ആ വൈറസ് വയറ്റിൽ ചെന്ന് രക്ഷപ്പെടും. വയറ്റിൽ ചെന്ന് അങ്ങനെ രക്ഷപ്പെടുന്ന അതിനെ ദഹിപ്പിക്കാനുള്ള ശക്തിയുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ നമ്മുടെ അകത്തുണ്ട്. ചിലപ്പോൾ ഇന്നലെ എന്നോട് ഒരു പ്രകൃതി ചികിത്സക്കാരത്തിൽ പറഞ്ഞു, ഇരുമ്പാണി വിഴുങ്ങിയാൽ പോലും ദഹിപ്പിക്കാൻ ശക്തിയുള്ള ഒരു രീതിയിലാണ് ദൈവം പ്രപഞ്ചത്തെ, മനുഷ്യ ശരീരത്തെ ഇങ്ങനെ മെനഞ്ഞെടുത്തിരിക്കുക. അപ്പൊ ഇതെല്ലാം അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു താളപ്പഴ വന്നാലോ, അതിലെന്തെങ്കിലും ഒരു കേട് വന്നാലോ, ഇതെല്ലാം വിളിച്ചു പറയുന്നു ആരുണ്ട്? ദൈവമുണ്ട്. അപ്പൊ ദൈവം ഉണ്ടെന്ന് അറിയാൻ കുഞ്ഞെ
വേറെ ഒന്നും തപ്പണ്ട. ചുമ്മാ അതൊന്ന് കണ്ണും പൊട്ടി നമ്മളെ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ അമ്മയുടെ വയറ്റിൽ നമ്മൾ ഉരുവായപ്പോൾ നമ്മളെ ആദ്യം ഉണ്ടായത് എന്താ? ആദ്യം പ്രവർത്തിച്ചു തുടങ്ങിയത് നമ്മുടെ ഹൃദയമാണ്. അത് ഒരു ദിവസം എത്ര പ്രാവശ്യം ഇടിക്കും? 1,00,000 പ്രാവശ്യത്തോളം ഇടിക്കും. ഒറ്റ ദിവസം അതിന്റെ ഇടിപ്പ് നിന്നാൽ തീർന്നു, ആളുടെ കാറ്റ് പോയി. ഒറ്റ ദിവസം അതിന്റെ ഇടിപ്പ് നിന്നാൽ നമ്മൾ മരിച്ചു അല്ലേ? അപ്പൊ എന്ത് മാത്രം അത്ഭുതകരമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഭയങ്കരവും അതിശയകരമായി ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കും. അപ്പൊ ഇതെല്ലാം നമുക്ക് ചിന്തിക്കുമ്പോഴേ അറിയാം ആരുണ്ട്? ദൈവമുണ്ട്. അവന്റെ നിത്യശക്തിയും ദിവ്യത്വമായി അവിടുത്തെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടത്. അപ്പൊ ആർക്കും അറിയാം ദൈവം ഉണ്ടെന്നും ഞാൻ ദൈവത്തെ ആരാധിക്കേണ്ടതിനാണെന്നും. അതെല്ലാം മനുഷ്യന്റെ അകത്തൊരു ഗോഡ് സ്പേസ് ഉണ്ട്, ഒരു വാക്കും. ആ വാക്കും ഫില്ല് ചെയ്യണമെങ്കിൽ ദൈവത്തിനെ ഒക്കത്തുള്ളൂ. ആ വാക്കും ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ആ ശൂന്യത മനുഷ്യൻ മദ്യപിക്കുന്നത്. മനുഷ്യന് സിനിമകൾ കാണുന്നത്, മനുഷ്യൻ പലവിധമായ അനുഭവങ്ങളിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടി, ഒറ്റ കാര്യത്തിന് വേണ്ടിയാ. എന്തോ ഒരു വാക്കും അവന്റെ അകത്തുണ്ട്, അതൊന്ന് ഫില്ല് ചെയ്യണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാനിങ്ങനെ ശാന്തി തേടി, ഓരോരുത്തർ സാക്ഷ്യം പറയത്തില്ല, ശാന്തി തേടി അലഞ്ഞു, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു. എന്തിനാ ഈശ്വരാന്വേഷണം ഒക്കെ? മനുഷ്യന്റെ അകത്ത് എന്തോ ഒരു അശാന്തി കിടപ്പുണ്ട്, അതിനെ ഒന്ന് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി. അപ്പം ഇതെല്ലാം ഉണ്ടായിട്ടും മനുഷ്യനിങ്ങനെ തേടി 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 നടന്നു. പക്ഷെ ദൈവത്തെ എന്താ പറ്റിയത്? ദൈവത്തെ അറിഞ്ഞിട്ടും. ഇപ്പൊ എല്ലാവർക്കും അറിയാൻ ദൈവം ഉണ്ടെന്ന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം അറിയാൻ ദൈവം ഉണ്ടെന്ന്. ദൈവം ഇന്നലെ എനിക്കൊരു ഫിസിയോതെറാപ്പിയുടെ ഒരു ഒത്തിരി ആവശ്യമുണ്ട്. എൻ്റെ പുറത്തൊരു വേറെ കുറച്ച് ദിവസമായിട്ട് ചെറുതായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നു. അപ്പൊ ഫിസിയോതെറാപ്പി ടേബിളിൽ ഞാൻ കിടക്കുമ്പോൾ അതിങ്ങനെ ഒരു ക്യാബിൻസ് കാണാം അപ്പുറത്ത്. അപ്പൊ അവിടെ നിന്ന് ഫിസിയോതെറാപ്പി ചെയ്തോണ്ടിരുന്ന ആ ബ്രദർ എന്നോട് പറഞ്ഞു, ക്ലാസ്സേ അറിയാവുന്ന ഒരു ചേച്ചി ഒരു അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആരാണ്? അപ്പൊ വന്നപ്പോ ഞങ്ങളുടെയൊക്കെ സ്കൂളിന്റെ സമയത്ത് നമ്മുടെ അയൽവക്കത്തുള്ള ഒരു അക്രൈസ്തവയായ ഒരു തറവാടത്തുള്ള ഒരു ചേച്ചിയാണ്. ഒത്തിരി നാളുടെ കണ്ട, കുഞ്ഞിലെയൊക്കെ കണ്ട. പിന്നെ ചേച്ചി ഡൽഹിയിലെങ്ങ. അപ്പൊ ഞാൻ ഈ ചേച്ചിയോട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഒറ്റയടിക്ക് മനസ്സിലായി, കാരണം ഒത്തിരി പ്രായത്തിലെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ചെറുപ്പത്തിൽ ഒത്തിരി ഇങ്ങനെ കയറി ഇറങ്ങി എന്നും കണ്ടു കടന്ന് മനുഷ്യരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് ഒന്നിച്ച് തിരിച്ചു പോവാം, വീടിന്റെ അടുത്താ, നമുക്ക് ഒന്നിച്ച് പോയേക്കാം. ഞങ്ങൾ ഒന്നിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ചേച്ചി എന്ന് പറഞ്ഞു, എന്നാന്നറിയത്തില്ലെങ്കിലും മക്കളെ ഒരു കാര്യം സത്യമാടാ, ദൈവം ഉണ്ടെന്നും ബൈബിള് പറഞ്ഞു നോക്കുക സത്യമാണെന്ന് ഇപ്പം മനസ്സിലാകുന്നുണ്ട്. നിങ്ങളൊക്കെ പറയത്തില്ല അന്ത്യകാലം വരുന്നു, അതൊക്കെ എത്ര നാൾ മുമ്പ് ഇവിടെയൊക്കെ പ്രസംഗിക്കുമ്പോൾ അവരെല്ലാം കേട്ടിട്ടുള്ളത്. പക്ഷെ അതൊക്കെ വരുന്നെന്ന് അവർക്ക് മനസ്സിലായി. എന്താ കാര്യം? ദൈവത്തെ അറിഞ്ഞു. ഇപ്പൊ ഇതെല്ലാം കാണുമ്പോൾ ആരൊക്കെ പറയുന്നു എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്, ഇതെല്ലാം സത്യമാണ്. പക്ഷെ എവിടെ പറ്റുന്നേ? ദൈവം എന്ന് അറിഞ്ഞിട്ടും അറിഞ്ഞിട്ടും ദൈവം എന്നോർത്തും മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായിരുന്നു. എന്റെ പൊന്നുമോളെ ശ്രദ്ധിക്കണേ, ഞാൻ കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയാണ്. ദൈവം എന്താ ഉണ്ടെന്ന് അറിയാം, പക്ഷെ എന്താ പറ്റും? ദൈവം ഒന്ന് ഓർത്തും, ദൈവം ഉണ്ടെന്ന് അറിഞ്ഞാൽ ദൈവം അനുസരിച്ച് പറയുന്നവർ ജീവിക്കണ്ടേ? ദൈവം പറയുന്നവർ ചിലത് ഒഴിവാക്കണ്ടേ? അപ്പൊ പിന്നെ നമ്മുടെ മനസ്സാക്ഷി ദൈവം ഒന്ന് അറിഞ്ഞിട്ടും ദൈവം ഒന്ന് ഓർത്തും മഹത്വീകരിക്കുകയോ ആ ദൈവത്തിന് നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ എന്തായി തീർന്നു? വ്യർത്ഥരായി തീർന്നു. കണ്ടോ? നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഭയങ്കര ബുദ്ധിയൊക്കെ ഉണ്ടെന്നാ പറയുന്നത്, പക്ഷെ അവര് മൂഢരായിപ്പോയി. ഈ പണ്ട് കാലത്ത് ഈ നിരീശ്വരവാദ പ്രസ്ഥാനമൊക്കെ തുടങ്ങിയ സമയത്തെ അന്ന് ഞാൻ ബുദ്ധിജീവിയാൻ തെളിയിക്കാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും? ഒരു താടി വളർത്തും. ഇപ്പോൾ ഈ ഫ്രീക്കന്മാരെ താടിയൊക്കെ വളർത്തും. അന്ന് ബുദ്ധിജീവി സങ്കല്പ നല്ല താടി, കട്ടി കണ്ണാടി, മുടി, ഒരു ഖദർ ജുബ, ഒരു ജീൻസ്, തോളിൽ ഒരു സഞ്ചി. എന്നിട്ട് ഇവരെവിടെ പറഞ്ഞു ദൈവമില്ല. അപ്പൊ എല്ലാവരും അവരെ വിളിച്ചിട്ട് എന്താ പറഞ്ഞു? കാരണം ബുദ്ധിജീവിയാണ്, ദൈവം ഇല്ല. 2-3 തരത്തിലാണ് ഇത് പോകുന്നത്. ചില ദൈവം ഇല്ലെന്ന് പറഞ്ഞു, ചില പറഞ്ഞു ദൈവം ഉണ്ട്, ഒരു ശക്തി ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് അറിയത്തില്ല.
എന്താ കാര്യം? ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവര് മൂഢരായിപ്പോയി. ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. എന്നിട്ടോ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള പക്ഷി, മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി ഇവയുടെ രൂപസാദൃശ്യമാക്കണം. ചുരുക്കത്തിൽ ദൈവം എന്നോർത്ത് മഹത്വീകരിക്കാതെ ദൈവത്തിന് പകരം പലതിനെ മെനഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവിടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിലേപ്പിച്ചു. അവർ സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു. നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. വിഗ്രഹാരാധന ഒക്കെ പറയുമ്പോൾ അത് മാത്രമല്ല കേട്ടോ. നമ്മളെ ദൈവത്തെക്കാൾ കൂടുതൽ എന്തിനെ ആരാധിച്ചാലും, ചില ദൈവം വയറാണ്, ചില ദൈവം ഇപ്പം മസിലാണ്, ചില ദൈവം ബോഡിയാണ്, ചില ദൈവം സൗന്ദര്യമാണ്, ചില ദൈവം സ്പോർട്സ് ആണ്, ചില ദൈവം രാഷ്ട്രീയമാണ്. അവർ അക്ഷയനായ ദൈവത്തിന്റെ സത്യം വ്യാജമാക്കി സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. അവരുടെ സ്വാഭാവികമായ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ അശുദ്ധികൾ വന്നു, അവലക്ഷണങ്ങൾ ഉണ്ടായി. ഇതൊക്കെ വളരെ ഗൗരവപ്പെട്ടവർക്കുള്ള കാര്യം. എന്താ കാര്യം? ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നപ്പോൾ മനുഷ്യന്റെ സ്വാഭാവിക ക്രമീകരണങ്ങളെല്ലാം തകിടം മറിഞ്ഞു. ദൈവം എല്ലാ മനുഷ്യനും സ്വാഭാവിക ക്രമീകരണങ്ങൾ കൊടുത്തിട്ടുണ്ട് പ്രിയരെ. സ്വാഭാവികമായ ക്രമീകരണങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞ ചിന്തിക്കാൻ വേണ്ടി പറയാം. ദൈവം മനുഷ്യനോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകത്തിൽ മുഖത്തെ വേർപ്പോടെ നീ ഉപജീവനം കഴിക്കണം എന്ന് പറഞ്ഞ്, നീ കഴിക്കണമെങ്കിൽ നീ വേർക്കണം. വേർക്കാതെ എന്ത് ചെയ്യരുത്? കഴിക്കരുത്. പ്രപഞ്ചത്തിന്റെ നിയമമാണ്. ശരിക്കും പറഞ്ഞ ഈ കോവിഡും കൊറോണയും പ്രളയവും എല്ലാം എന്താ സംഭവിച്ചത്? ഇനിയും പ്രളയം വരാൻ പോകുന്നു എന്ന് പറയുന്നു. ഒറ്റ കാര്യം കൊണ്ടാ, സ്വാഭാവിക ക്രമീകരണങ്ങൾ തകിടം മറിച്ചപ്പോൾ അസ്വാഭാവിക തിരിച്ചടികൾ ഉണ്ടായി. ദൈവം മനുഷ്യനോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് പ്രപഞ്ചത്തിൽ നിന്നുണ്ടായത്? കടൽ കയറുന്നത് എന്തുകൊണ്ടാ? ഏതാണ്ട് 15 ലക്ഷം ടൺ കടൽ, ഏതാണ്ട് അങ്ങനെയൊക്കെയാണ് അതിന്റെ കണക്ക്. കൃത്യം കണക്കാരിക്കത്തില്ല. പ്ലാസ്റ്റിക് കടലിന്റെ അടിയിൽ ചെന്നിരിക്കും. കടലിന് സഹിക്കാൻ വയ്യ. ആറ്റിലോട്ടൊക്കെ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളി. കഴിഞ്ഞ പ്രളയകാലം സംഭവിച്ച കാര്യമാണ്. വേസ്റ്റ് മുഴുവൻ ആറ് കൊണ്ടുവന്ന് എവിടെ തള്ളി? നാട്ടിൽ തള്ളിയിട്ട് പോയി. ഞാൻ ഇരിക്കുന്ന ഈ ചർച്ചിന്റെ അടിയിലെല്ലാം വെള്ളമാണ്. ഇവിടെ എല്ലാം എന്തോ ഒരു പ്ലാസ്റ്റിക്. കാരണം ആറ്റിൽ നിന്ന് കിടന്ന മുഴുവൻ പ്ലാസ്റ്റിക് ആറ് കൊണ്ട് കടലിൽ തള്ളി. കാരണം ദൈവത്തിന്റെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയാണ്. നീ പ്രപഞ്ചത്തെ സൂക്ഷിപ്പാനും, നമ്മൾ പണ്ട് ഈ ക്രൈസ്തവ ഒരു തനതായ ഒരു സംസ്കാര ശൈലി ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഈ പരിചമുട്ടുകളിയൊക്കെ. ആണുങ്ങളുടെ പരിചമുട്ടുകളിയും സൗകര്യമാരുടെ മാർഗം കളി ഒരു ക്രൈസ്തവ പാരമ്പര്യമാണ് മധ്യതിരുവിതാംകൂറിലൊക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിനകത്ത് ഇങ്ങനെ പാടുന്നുണ്ട്, പരിചയമൊക്കെ മുട്ട് കളിച്ച് ഒരു അതാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കിയല്ലോ, തോട്ടം സൂക്ഷിപ്പാനും കൈകനികൾ ഭക്ഷിപ്പാനും ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിൽ. അത് ചുവടൊക്കെ എടുത്ത് പ്രത്യേക ഒരു കായിക മെയ് വഴക്കത്തോടൊക്കെ കളിക്കുന്ന ഒരു ക്രൈസ്തവ തനതായ ഒരു കലാപാരമ്പര്യമാണ്. പക്ഷെ എന്റെ പൊന്നു പ്രിയരെ, പ്രപഞ്ചത്തെ മനുഷ്യൻ സൂക്ഷിക്കാതായപ്പോൾ അതിന്റെ തിരിച്ചടി ഉണ്ടായി. അതാ പ്രളയം. ആറെല്ലാം കയ്യേറി, ആളുടെ തെറ്റുകളെല്ലാം കെട്ടിയെടുത്തു, തോടുകൾ ഒഴുകിപ്പോകണം. പക്ഷെ തോടുകളെല്ലാം മനുഷ്യൻ മണ്ണിട്ട് മൂടിയിട്ട് അവന്റെ ദുരമൂത്തു. കട്ടക്കട മുരളിയാരണ്ട് പാടുന്നൊരു പാട്ടില്ല, ദുരമൂത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ പറ്റി? പ്രപഞ്ചം തിരിച്ചടിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട്? ഓസോൺ ലെയറൊക്കെ എടുത്ത വീണേ. നമ്മൾ മുഴുവൻ സിമെന്റ് ഇട്ടാറിട്ട് വീടുകളും മുറ്റം മുഴുവൻ ടൈലിട്ടു. സത്യത്തിൽ ഇതെല്ലാം ആവശ്യമല്ലേ? എന്റെ മുറ്റത്തും ചർച്ചിന്റെ മുറ്റത്ത് ടൈലിട്ടിട്ടുണ്ട്. വെള്ള കുത്തി കിടക്കുകയല്ലേ? അവൻ ടൈലിട്ടു. ആഗോള താപനം കൂടുന്നു. മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം, പ്രകൃതിയെ സൂക്ഷിക്കണം. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചില്ല. ലക്ഷക്കണക്കിന് തൈകളാണ് ഇവിടെ വരുന്നേ. പക്ഷെ ഒറ്റ തൈ പോലും കിളുക്കാറില്ല. അതിന്റെ പേരിൽ എന്തുമാത്രം ഡ്രാമകളും ഇതെല്ലാം കൂടെ. അപ്പൊ എന്താ പറ്റി? ആഗോള താപനം കൂടുന്നു, ഓസോൺ ലെയറിൽ കിഴുത്ത വീഴുന്നു. ലോക്ക്ഡൌൺ ആയപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നതാണ്. ഡൽഹിയിലൊക്കെ ഇപ്പൊ നിന്ന നീലാകാശം കാണാമെന്ന്. കാരണം ഇതിന്റെ പൊള്യൂഷൻ കുറയുന്നു. അപ്പൊ ഏത് അത് തിരിച്ചടിയാ. പ്രളയം ഉണ്ടാകാൻ ഒറ്റ കാരണം തോടുകൾ നികത്തിയതാണ്. ഞങ്ങൾ ഇവിടെ എല്ലാം തോടുകളാണ്. ശരിക്കും നമുക്ക് പ്രളയവും മറ്റൊക്കെ ബന്ധപ്പെട്ട് എന്തുമാത്രം അറിവുകളുണ്ട്. നമ്മളെന്നും എല്ലാ വർഷവും ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്.
ഓടകളെല്ലാം അടഞ്ഞു, തോടുകളെല്ലാം വെട്ടിയെടുത്ത് മനുഷ്യൻ ഇറക്കി കെട്ടി അത് വെട്ടി മൂടി പിന്നെന്ത് പറ്റി? വനങ്ങളെല്ലാം ഇടിച്ചിട്ടു. കണ്ടങ്ങളുണ്ടായിരുന്നു, കണ്ടമെല്ലാം നികത്തി. മറ്റേ തോട്ടിൽ വെള്ളം കയറി കണ്ടത്തിലൊക്കെ അങ്ങ് നിരക്കും. കണ്ടങ്ങളെല്ലാം വയലെല്ലാം നികത്തി, വയലുകളെല്ലാം നികത്തിയും വെള്ളത്തിന് കയറി കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ തിരിച്ചടി ഉണ്ടായി. കുറ്റമല്ല, സ്വാഭാവികമായ ഒരു ക്രമീകരണത്തെ തഴവ് മറിക്കുമ്പോൾ തിരിച്ചടി ഉണ്ടാകും. ഇത് മറ്റൊരു സ്വാഭാവിക ക്രമീകരണമാണ് മനുഷ്യനെ സംബന്ധിച്ചു. മുഖത്തെ വേർപ്പടഞ്ഞ് ഉപജീവനം കഴിക്കണം. കുഞ്ഞുങ്ങളെ, ഈ നമ്മൾ ഈ ഡംബിളും ഒക്കെ എടുത്ത് മാത്രം വേർക്കത്തില്ല, മസിലൊക്കെ ഉണ്ടാവും. അതൊന്നും അല്ല ആരോഗ്യം. അത് മാത്രമല്ല, പിന്നെന്ത് ചെയ്യണം? നല്ലപോലെ വേർക്കണം. അതുകൊണ്ടാണ് നമ്മുടെ അപ്പച്ചനും അമ്മച്ചിമാരൊക്കെ രാവിലെ എഴുന്നേറ്റിട്ട് മിച്ചം തൂക്കുക. അമ്മച്ചി അപ്പച്ചൻ 10 കള കളയ്ക്കും, പശുവിനെ കുളിപ്പിക്കും. അപ്പോൾ തന്നെ രാവിലത്തെ കാപ്പി കുടിക്കുന്നതിന് മുമ്പ് അവര് ഒരു കുടം വേർത്ത് കുളിച്ചിരിക്കും. പിന്നെ കുളിയും കഴിഞ്ഞാൽ കാപ്പി കുടിക്കുക. കാരണം വേർത്തവർക്കൊന്നും അസുഖമില്ല. 92 വയസ്സൊക്കെ ഉള്ള ഒരു അപ്പച്ചൻ ഇവിടെ എന്റെ കൂടെ ഉണ്ട്. ഞങ്ങളുടെ ഒരു അപ്പച്ചനെ 92 വയസ്സുണ്ട്. കുശുമ്പ് തോന്നും കണ്ടിട്ട്. പഞ്ചാരക്കകത്തൊക്കെ പറയുമ്പോൾ ഇച്ചിരി കാപ്പിട്ട് അപ്പച്ചൻ പഞ്ചാര വേണമെന്ന്. എനിക്ക് പഞ്ചാര വേണം. എത്ര വേണം? ഡബിൾ അതിന്റെ കൂടെ ഇട്ടാട്ട്. അപ്പൊ അപ്പച്ചൻ 2 സ്പൂൺ പഞ്ചാര 3 സ്പൂണും പഞ്ചാര ഇട്ട് നല്ല കാപ്പി കുടിക്കുമ്പോൾ 40കാരൻ ഈ 50 യൂണിറ്റ് ഇൻസുലിൻ എടുത്തിട്ട് കണ്ണു തള്ളി നോക്കി നിൽക്കുക. എന്താ കാര്യം? പ്രപഞ്ചത്തിന്റെ ഒരു ഇതുണ്ടായിരുന്നു, വേർക്കണം. വേർത്തിട്ട് നീ കഴിച്ചു, ഇഷ്ടംപോലെ കഴിച്ചു. വേർത്തിട്ട് പഴയ മനുഷ്യർ കഴിക്കുന്നതിന്റെ 7 അയലോക്കത്തിൽ പിള്ളേരൊന്നും കഴിക്കത്തില്ല. അവർ 1.5 പണിയും ചെയ്യും, 2 ആളുടെ കക്ഷണം കഴിക്കുമായിരുന്നു. വേർത്തിട്ടാ കഴിച്ച്. ഇന്ന് കഴിപ്പ് കുറച്ചില്ല, പക്ഷെ വേർത്തില്ല. അപ്പൊ എന്തോ കണ്ടു? 17കാരനെ കാണാൻ 85 വയസ്സ് 90 വയസ്സ് പ്രായം. അവന്റെ അവിടെ ഇവിടെ എല്ലാം കൂടെ ചാടിയിരിക്കുന്ന കണ്ട ഈ ബ്രഹ്മാണ്ടം നടക്കുന്ന കണ്ട സങ്കടം തോന്നും. അതുകൊണ്ട് എന്താ പറ്റി? പല പെൺകുട്ടികൾക്കും മക്കളില്ല. എന്താ കാര്യം? ഇതൊന്നും മേലനങ്ങത്തില്ല. മേലനങ്ങാതെ ജീവിച്ച പലതിനും ഓവർ ശിഷ്ടായി. സത്യത്തിലൊക്കെ പറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? പ്രപഞ്ചത്തിന്റെ ഒരു താളമാണ് വേർക്കണം. വേർത്തില്ല. രാത്രി ഉറങ്ങണം, 8 മണിക്കൂർ ജോലി ചെയ്യണം. അതിനാണ് 3 ഷിഫ്റ്റ് ആക്കിയിരിക്കുന്നത്. മെയ് ദിനമാണ്, അഖില ലോക തൊഴിലാളി ദിനം. എന്താണ്? 3 ഷിഫ്റ്റ് ആക്കി. 8×3 = 24. 8 മണിക്കൂർ ജോലി ചെയ്യണം, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറങ്ങുക, 8 മണിക്കൂർ വിനോദങ്ങളും കളികളും അവന്റെ ആധ്യാത്മിക കാര്യങ്ങളല്ല. 8 മണിക്കൂർ അധ്വാനിക്കുക. 3×8 = 24. പക്ഷെ അധ്വാനം ഇല്ല. പിന്നെന്ത് ചെയ്തു? സുഖ ഉറക്കം, നിദ്ര. ലോക്ക്ഡൌൺ ഒക്കെ ഓരോന്നെ കണ്ടാൽ തിരിച്ചറിയത്തില്ല. ബൊബ്ബ വണ്ണം വെച്ച് അത് ചുമ്മാ ഇരുന്ന് കഴിപ്പ് തന്നെ ആയപ്പോ തന്നെ അത് കുറച്ച് പേർക്ക് പിന്നെ ബുദ്ധിമുട്ട് കൊണ്ട് കുറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം എന്താ? സ്വാഭാവികമായ എന്തിനേയും തകർത്താൽ അസ്വാഭാവിക തിരിച്ചടി ഉണ്ടാകും. അതൊക്കെയാണ് ഈ കോവിഡ് ഒക്കെ. ഏത് കോവിഡിനും പ്രതിരോധിക്കാനുള്ള നാച്ചുറൽ ശക്തി മനുഷ്യനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ചെറുക്കൊക്കെ ഇതേക്കാത്ത? വൈറ്റമിൻ ഡി ഏക്കണമെന്ന്, വെയിൽ കൊള്ളണമെന്ന്. പണ്ട് നമുക്കറിയാം, നാളെ രാവിലെ എഴുന്നേറ്റിട്ടും മനുഷ്യൻ വെളുപ്പാങ്കാലത്ത് എഴുന്നേക്കും. ഇപ്പൊ ഉച്ച വെയിൽ 12 മണിക്കല്ല പിള്ളേർ എഴുന്നേക്കണ്ടേ. രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് അവർ രാവിലെ ഇച്ചിരി പണി ഇറങ്ങും. ദേഹത്തൊക്കെ ഇച്ചിരി എണ്ണയൊക്കെ പുരട്ടി എന്നിട്ട് മുറ്റത്ത് അമ്മമാരൊക്കെ തൂക്കാനിറങ്ങും. അച്ഛന്മാരൊക്കെ കുളിക്കാനും ഒക്കെ പോകുമ്പോൾ ഇച്ചിരി എണ്ണയൊക്കെ പുരട്ടി വെയിലത്തിലൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കുളി. അപ്പോഴത്തേന് എന്ത് കിട്ടി? വൈറ്റമിൻ ഡി കിട്ടി. പക്ഷേ പെരയ്ക്കകത്തിരിക്കുന്ന AC-ക്കകത്തിരിക്കുന്ന മാത്രം ഇരുന്നപ്പോൾ എന്താ കിട്ടിയില്ല? വൈറ്റമിൻ ഡി കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന താല്പര്യം എന്നാ ചോദിച്ചാൽ തിരിച്ചടി ഉണ്ടായി. ഇനിയിപ്പം അതിനു മുമ്പുണ്ടായ രോഗമാണ് എയ്ഡ്സ്. എയ്ഡ്സ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? മനുഷ്യനോട് ദൈവം പറഞ്ഞു, നമുക്ക് ഒരാണ് യാദം ഹൗവ, ഒരാണ് ഒരു പെണ്ണും. അതാണ് പ്രപഞ്ചം. മനുഷ്യൻ ഏകനായിരിക്കും നല്ലത് കണ്ട് ദൈവം തക്കതോണം കൊടുത്തു, ഒറിജിനലി. എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ ലാമക്കിന് ആദയും സില്ലയൊക്കെ ഉണ്ട്. എന്താ കാര്യം? പാപം പെരുകുമ്പോൾ മനുഷ്യൻ അസ്വാഭാവികതകൾ എടുത്തു. ചിലതൊക്കെ ദൈവം അതിനങ്ങ് അനുവദിച്ചു. ഇഷ്ടപ്പെട്ടതല്ല, അനുവദിച്ചു. പക്ഷെ അതിന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടായി? എയ്ഡ്സ് എന്ന മാരക രോഗം വന്നു. എന്താ കാര്യം? പ്രപഞ്ചത്തിന്റെ നിയമത്തെ തിരിച്ചടിച്ചപ്പോൾ അതിന്റെ തിരിച്ചടി ഉണ്ടായി, എയ്ഡ്സ്. ഇന്നത് വേറെ രീതിയിലോട്ട് മാറി. അപ്പൊ ഇതിന്റെ എല്ലാം കാര്യം എന്താ? അസ്വാഭാവിക ക്രമീകരണങ്ങളെ മനുഷ്യൻ തരംതിരിച്ചപ്പോൾ തിരിച്ചടികൾ ഉണ്ടായി. സത്യത്തിൽ അതാണ് ഇവിടെ കാണുക. സ്വാഭാവികമായ ദൈവബന്ധങ്ങളെ മനുഷ്യൻ അശുദ്ധമാക്കി കളഞ്ഞിട്ട് അതിന് പുറത്ത് അസ്വാഭാവികതകൾ തേടി ആണോട് ആണും പെണ്ണോട് പെണ്ണും അവലക്ഷണമായത് പ്രവർത്തിച്ചപ്പോൾ, ലൈംഗിക അശുദ്ധികൾ ഉണ്ടായപ്പോൾ, ഇഷ്ടം പോലെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു തിരിച്ചടി. ഈ തിരിച്ചടിയാണ് ഇതെല്ലാം. തിരിച്ചടി ഉണ്ടായി. അതുകൊണ്ട് എന്താ പറ്റി? അവിടെ പറയാണ്, അതുകൊണ്ട് ദൈവം അവരെ സ്വാഭാവികമായ ക്രമീകരണങ്ങളെ അശുദ്ധിയിലേൽപ്പിച്ചു. അതുകൊണ്ട് ദൈവം അവരെ അപമാനരാഗങ്ങളേൽപ്പിച്ചു. സ്വാഭാവികത്തെ
വിരുദ്ധമാക്കി. അതിന്റെ അവസാനം ഇങ്ങനെ അവർ തങ്ങളുടെ വിഭ്രമത്തിന് യോഗ്യമായ shameless act with men and receiving in themselves the due penalty for their error. They receive the due penalty. Penalty നമുക്കറിയാം, ശിക്ഷയാണ്. ഡ്യൂ പെനാൽറ്റി കിട്ടി. അതായത് സംഭവിക്കുന്നതെല്ലാം ദൈവത്തെ, മനുഷ്യനെ കുറിച്ചുള്ള മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വന്നവനാണ്. സകലതും അവനിൽ നിന്നും അവനായിട്ടും അവങ്കലേക്കും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ തിരിച്ചടി ഉണ്ടായി പ്രിയരെ. ആ തിരിച്ചടിയാണ് ഇതെല്ലാം പ്രപഞ്ചത്തിൽ കാണുന്നത്. അപ്പൊ മനുഷ്യന് ഒത്തിരി സ്വാഭാവിക ക്രമീകരണം കൊടുത്തിട്ടുണ്ട്. ആ ക്രമീകരണത്തിൽ ഏറ്റവും വലിയ ക്രമീകരണം അവൻ ദൈവത്തെ ദൈവം എന്ന് അറിഞ്ഞിട്ട് ദൈവത്തെ ദൈവം എന്ന് ഓർത്ത് മഹത്വീകരിക്കുകയും നന്ദി കാണിക്കുകയും ചെയ്തു. ദൈവത്തെ ആരാധിക്കുക. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശരീരം കൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ടും ആരാധിക്കണം. കാരണം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ സ്നേഹത്തോടെ ദൈവമേ എന്ന് വിളിച്ച് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന ആ വാക്വം സ്പേസ് മനുഷ്യരുണ്ട്. അതാണ് ദൈവത്തിന്റെ മനുഷ്യൻ. പക്ഷേ മനുഷ്യൻ അവനെ എന്തോ പറ്റി? അവന്റെ ബുദ്ധിക്ക് ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് മൂഢരായിപ്പോയി. അപ്പൊ കുറച്ചു പേർക്ക് തോന്നി ദൈവം എന്നൊക്കെ പറയുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ഈ പുസ്തകം എടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് നടക്കുന്നു, ഒക്കെ തെറ്റും നാണക്കേടും അഭിമാനക്കേടൊക്കെ ആയി. അപ്പൊ എന്തോ പറ്റും? തിരിച്ചടി ഉണ്ടാകും. അങ്ങനെ പോയപ്പോ എന്തോ പറ്റി? അതാണ് 28-ാമത്തെ വാക്യം. കുഞ്ഞുങ്ങളെ, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ, ജ്ഞാനത്തിൽ നമ്മൾ അവനെ ധരിക്കുന്നു, ക്രിസ്തുവിനെ ധരിക്കുക. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാത്തവരായി, യേശുവിന്റെ മക്കളായി, ഞാൻ കർത്താവിന്റെ പൈതലാണെന്നും ഞാനൊരു ദൈവവിശ്വാസിയാണെന്നും ഞാനൊരു വിശ്വാസ അനുഭവത്തിലുള്ളതാണെന്നും പറയാൻ മടിയുള്ളവരായി, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞ് നടന്നത് കൊണ്ട് എന്ത് പറ്റി? ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യത്തക്കവണ്ണം നികഷ്ട ബുദ്ധിയിലെത്തിച്ചു. God gave them over to a depraved mind to do what ought not to be done. എന്ത് ചെയ്യരുതോ അത് ചെയ്യാൻ മനുഷ്യൻ തുടങ്ങി. ഇതാണ് ഇന്നത്തെ മനുഷ്യന്റെ പ്രത്യേകത. ഈ തലമുറയുടെ പ്രശ്നം അതാണ്. എന്ത് ചെയ്യരുതോ അത് ചെയ്യും. പണ്ടൊരു കുഞ്ഞിനെ കുറിച്ച് അമ്മ പറഞ്ഞു, ഇങ്ങോട്ട് വരാൻ വിളിച്ചാൽ അവൻ അങ്ങോട്ടേ പോകത്തുള്ളൂ, അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരണമെങ്കിൽ അങ്ങോട്ട് പോടാന്ന് പറഞ്ഞാൽ മതി, അപ്പൊ ഇങ്ങോട്ട് പോരും. എന്ത് ചെയ്യരുതോ അത് ചെയ്യും. ഇതിന്റെ പേരെന്താ? നികൃഷ്ട ബുദ്ധി. God gave them over to a depraved mind to do what ought not to be done. എന്ത് ചെയ്യരുതോ അത് ചെയ്യാനുള്ള നികൃഷ്ട ബുദ്ധി ലഭിച്ചു. അതാണ് ചെയ്യരുതാത്തത് ചെയ്യുകയാണ്. ഏതാണ് സിൻ? സിൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുകയും ചെയ്യരുതാത്തത് ചെയ്യുകയും ചെയ്യും. എന്താ ചെയ്യേണ്ടത്? പഠിക്കുന്ന സമയത്ത് പഠിക്കണം, ചെയ്യേണ്ടതാ. ഇപ്പോഴത്തെ ജോലി പഠിക്കുകയല്ലേ, അതുകൊണ്ട് ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പഠിക്കാതിരിക്കണം. ഒക്കെ പഠിക്കണം, വേദപുസ്തകം വായിക്കണം, പ്രാർത്ഥിക്കണം, ജോലി ചെയ്യണം, അപ്പനെ അമ്മയെ സഹായിക്കണം, ചെയ്യേണ്ടതാണ്. പക്ഷെ ചെയ്യേണ്ടത് ചെയ്യത്തില്ല, പക്ഷെ ചെയ്യരുതാത്തത് ചെയ്യും. അതുകൊണ്ട് എന്താ പറ്റി? നികഷ്ട ബുദ്ധി കേൾപ്പിച്ചു. അതുകൊണ്ട് എന്താ പറ്റിയത്? സകല അനീതി, ദുഷ്ടത, അത്യാഗ്രഹം, ദുർബുദ്ധി, അസൂയ, കുല, പിണക്കം, കപടം, ദുശീലം, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുവശം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവനെ അറിഞ്ഞിട്ട് അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരെ പ്രസാദിക്കൂടെ ചെയ്തു. ഞാൻ ഈ ദിവസങ്ങളിൽ ഓർത്തൊരു കാര്യമുണ്ട്. കരുണ ദൈവികമാണ്. പക്ഷെ ഇന്നത്തെ മുഴുവൻ സിനിമകൾ നോക്കി ആക്ഷൻ ഹീറോസ് ആണ്. ഈ ഇംഗ്ലീഷ് പടങ്ങൾ അത് ഇതുമല്ല, എന്താ മുഴുവൻ വെടിവെപ്പാണ്. ഗെയിം നോക്കിക്കും. ഗെയിമുകളൊക്കെ നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ്. പക്ഷെ എന്താ ഗെയിം കളിക്കുന്നത്? മുഴുവൻ വെടി, അടി, ഇടി. അതുകൊണ്ട് എന്താ പറ്റി? നികഷ്ട ബുദ്ധി ലഭിച്ചു. കാരണം ദൈവത്തിന് സ്വാഭാവികമായി ദൈവത്തെ വിളിച്ച് ജീവിക്കേണ്ട മനുഷ്യൻ സ്വാഭാവിക ക്രമീകരണങ്ങൾ എന്നറിയാൻ തിരിച്ചടി ഉണ്ടാവും. അനീതി,
ദുഷ്ടത, അത്യാഗ്രഹം. അത്യാഗ്രഹം എന്താ? എനിക്ക് അവനെ പോലെ ആകണോ? അതിനല്ലേ പിള്ളേരൊക്കെ വഴക്കുണ്ടാക്കി മൊബൈലും മേടിപ്പിക്കുന്നത്. എനിക്ക് ഇപ്പോഴും ഒരു പഴയ മൊബൈലാണ്, 19,000 രൂപയുടെ സാധനം. അപ്പൊ എന്നോട് എല്ലാ പിള്ളേരും മക്കളൊക്കെ പപ്പ ഇത് ഉപയോഗിക്കരുതെന്നാ പറയുന്നത്. നാണക്കേടാണ്. പല ചെറുപ്പക്കാരനോട് ഇപ്പൊ സാരിക്കുന്ന പാസ് ചെയ്ത് കൊണ്ട് നടക്കുന്ന നാണക്കേടാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓരോരുത്തരെ ഒരു വർഷം പുതിയ മൊബൈൽ മേടിക്കും 50,000 60,000 രൂപ. കണ്ണ് തള്ളുക. ഒരു സാധാരണ ഒരു മനുഷ്യന്റെ വരുമാനം എന്നൊക്കെ പറയുന്നത് ഒരു ഡ്രൈവറുടെ ഒക്കെ ആണെങ്കിൽ ഒരു വർഷം 1 ലക്ഷം രൂപയായിരിക്കും. 10,000 രൂപ വെച്ച് കിട്ടിയ, അല്ലെങ്കിൽ ഒരു വീട്ടുവേലയ്ക്ക് പോകുന്ന സ്ത്രീക്ക് കിട്ടുന്നത് ഒരു മാസം 10,000 രൂപയാണ്. പക്ഷെ 50,000 60,000 ഫോണൊക്കെ മേടിച്ചു നടക്കുമ്പോൾ ഓർത്തോടൊക്കെ ആർക്കൊക്കെ വേണ്ടി തൊള്ളാല്. അടുത്ത വർഷം വീണ്ടും അത് മാറും. അത്യാഗ്രഹം. അതിനുവേണ്ടി വീട്ടിൽ വഴക്കുണ്ടാക്കി. എല്ലാവരും ഓർത്തോണേ, ഭയങ്കര ക്ഷാമം വരുന്നുണ്ട്. തിരിച്ചടിയാ. ഒരു സമയത്ത് ഇഷ്ടം പോലെ ലാവിഷായിട്ട് അട്ടിച്ച് പൊളിച്ച് മനുഷ്യൻ. അതുകൊണ്ട് എന്തോ പറ്റും? അത്യാഗ്രഹം പാടില്ല. പക്ഷെ എനിക്കൊരു കർത്താവിനെ അറിയാം കുഞ്ഞുങ്ങളെ. ദൈവകരങ്ങളിൽ വിശ്വസ്തരായിട്ട് നിന്നാൽ നമ്മുടെ ആവശ്യങ്ങളൊന്നും മുടക്കാത്ത ഒരു ദൈവമുണ്ട്. നിങ്ങളുടെ പഠനം ആവശ്യമാണ്, നിങ്ങൾ ഉടുക്കണം ആവശ്യമാണ്, നിങ്ങൾ മാന്യമായി നടക്കണം ആവശ്യമാണ്. ഇതെല്ലാം ദൈവം നടത്തും. പക്ഷെ അത്യാഗ്രഹം പാടില്ല. അവനെ പോലെ ആകാൻ വേണ്ടി കിടമത്സരങ്ങൾ ഏർപ്പെടരുത്. നമ്മളാണ്. അത്യാഗ്രഹം, ദുർബുദ്ധി, അസൂയ, കൊല എന്താ? പുതിയ നിയമത്തിൽ കൊലപാതകം പറയുന്നത് കൈകൊണ്ട് കുത്തി, അതുകൊണ്ട് നടക്കുകയല്ല. ഗാങ് ഒക്കെ കൂടി എന്തുമാത്രം പേരെ കൊല്ലുന്നേ. നികൃഷ്ടബുദ്ധി. ചേട്ടനും അനിയും കൂടെ ചാനൽ കെട്ടി മാറ്റാൻ വഴിക്കുകയാണ്. ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോ ചേട്ടൻ അടിച്ച് അനിയൻ ചത്തുപോയി. പിണക്കം. പിണങ്ങി കഴിഞ്ഞാൽ വീട്ടിലൊക്കെ പിള്ളേരുണ്ട്. മക്കളെ പിണങ്ങി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പിണങ്ങി നടക്കും. പെരക്കകത്ത് കയറി കഥ അടച്ച് 2 ദിവസം കല്യാണം കഴിക്കാതൊക്കെ ഇരിക്കും. പിന്നെ അച്ഛനും അമ്മയും വന്ന് കാലെ പിടിക്കണം. നിർകൃഷ്ടബുദ്ധിയാ, പിണക്കം, കപടം. ഒളിച്ചും പാത്തും ഓരോന്നും ചെയ്യുന്നത്, കപടം, മറച്ചു വെച്ചത്, ദുശീലം. എനിക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമുണ്ട്. ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത്, ഈ ദേശത്ത് എനിക്ക് കൃത്യമായിട്ടുള്ള അറിവുകളാണ്. കഞ്ചാവ് അല്ലാതെ പെരുകുന്നെന്ന്. ഞങ്ങളുടെ തൊട്ടടുത്തൊരു ഗ്രൗണ്ട് ഉണ്ട്. അവിടെ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ പന്ത് കളിക്കാൻ പോകും. എന്റെ മക്കളും പോകും. അപ്പൊ അടുത്തിടയ്ക്ക് പോലീസുകാർ ഇവിടെ വന്ന് നമ്മുടെ ഇവിടെ ഒക്കെ വരുമ്പോൾ അവർ പറയുന്ന, സുഹൃത്തുക്കളൊക്കെ പറയുന്നു, പക്ഷേ പിള്ളേരൊന്നും അവിടെ പോകരുത്, അവിടെ വൈകിട്ട് കഞ്ചാവിന്റെ കൈമാറ്റങ്ങളുണ്ടെന്ന് അവിടെ വരുന്നുണ്ടെന്ന്. അപ്പം വേറെ സ്ഥലത്തോട്ട് പോകും. അപ്പുറത്തൊരു ഗ്രൗണ്ടിൽ പിള്ളേർ സൈക്കിളിൽ അവിടെ പോകും. അപ്പം പോലീസുകാർ ഒരു ദിവസം വന്നപ്പോൾ അവർക്ക് വന്നിട്ട് പറഞ്ഞു, അവിടെ പോകരുത്, അവിടെ ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരട്ടെ, അവിടെയും കഞ്ചാവുണ്ടെന്ന്. അപ്പം വേറെ ബൈപ്പാസ് റോഡിൽ സൈക്കിളിൽ വിട്ടാൻ പോകും. അവിടെ ഇതിന്റെ ഹബ്ബാന്ന്. എന്റെ തമ്പുരാനെ ഞാൻ ഓർത്ത്, എന്തുവാ ഇത്? ദുശീലം. നല്ല ശീലങ്ങൾ വേണ്ടേ? ഒരൊറ്റ ഇരിപ്പൊക്കെ ഇരുന്ന ഫോണുമായിട്ട് 5 6 മണിക്കൂറൊക്കെ ഇരിക്കുക രാത്രി മുഴുവൻ. അതുകൊണ്ട് 4 എടുത്ത് ഒറ്റ ഒരുത്തിന് ആരോഗ്യമില്ല. വേണ്ടാത്തതെല്ലാം കണ്ട് രാത്രി മുഴുവൻ ഇരിക്കും. ദുശീലം. രാത്രി ആവശ്യത്തിന് ഉറങ്ങണം. ദുശീലം. തിങ്ങിയവർ, കുരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർഭിഷ്ഠന്മാർ, ആത്മപ്രശംസ. ആത്മപ്രശംസ എന്താ? ഞാൻ എന്തുവാണെന്ന്. അതിനാണ് നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി ഓരോന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ലോക്ക്ഡൌൺ കാലങ്ങളിൽ മര്യാദയ്ക്ക് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കാനുള്ളതിന് ഓരോരുത്തന്മാർ മുട്ടയടിച്ച് ഫേസ്ബുക്കിൽ കയറുന്നു, ടിക്ടോക്ക് കളിച്ച് ഇടുന്നു. എന്തിനാ? എന്നെ എന്നിട്ട് ഇത്ര പേര് കാണണം. അവരെന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി അതുകൊണ്ട് ഞാൻ ഇടുന്നു. എന്തിനാ ഇതെല്ലാം? ഒറ്റ കാര്യം, എന്നെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെന്നുള്ളൊരു ബോധം ഉണ്ടാകണം. ആത്മപ്രശംസക്കാർ. ദൈവത്താൽ ഉയർത്തപ്പെടുന്ന ഒരു സമയമുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, കുഞ്ഞുമക്കളെ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ. യൂത്ത് മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്,
വലിയ ഗൗരവമുള്ളൊരു കാര്യമാണ്. അത് ഇന്ന് പറയുന്ന പലർക്കും ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഇത്ര നേരം നിങ്ങളൊക്കെ ചുമ്മാ ഇരുന്ന് ഇതിന്റെ മുമ്പ് ഇരിക്കാതെ നിങ്ങൾ വന്നിരുന്ന് പഠിക്കുക, കഴിക്കുക, പ്രാർത്ഥിക്കുക. അത് ഇപ്പൊ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളെ ഞാൻ ഒത്തിരി കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുക, അപ്പനെ അമ്മയെ അനുസരിക്കാത്തവർ കണ്ടിട്ടുള്ളത്. പലർക്കും അപ്പനെ അമ്മയെ ഇഷ്ടമില്ല. ഞാൻ എല്ലാ മക്കളോടും പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാനിപ്പോ എന്റെ ഓർമ്മയില് ഞാനിപ്പോ ഇവിടെ നിങ്ങളുടെ അവിടെ ഇതിന്റെ ക്യാമ്പിന് വേണ്ടി അന്ന് ഇതില്ലായിരുന്നെങ്കിൽ വരേണ്ടവരാണ്. ഞാൻ നിലമ്പൂരും മലബാറൊക്കെ പ്രസംഗിക്കാനൊക്കെ പോകുമ്പോൾ അങ്ങോട്ട് ഞാൻ പോകുമ്പോൾ ഇവർ വിളിച്ചുകൊണ്ടിരിക്കും, പക്ഷെ ഇത്ര സമയത്ത് കൃത്യമായിട്ട് ഇറങ്ങണം, എന്നാലേ പാർട്ടിക്ക് ഇവിടെ ഓടിയെത്താനൊക്കത്തുള്ളൂ, വഴിയിൽ ട്രാഫിക് ഉണ്ടാവും. വിളിയോട് വിളിയായിരിക്കും. എവിടായി എവിടായി എവിടായി, കാല് ചവിട്ടി വിട്ട് ബാ. ചിലപ്പോ വഴിയിൽ ട്രാഫിക്, എങ്ങനെങ്കിലുമൊക്കെ ഓടിയെത്തി. മനുഷ്യരല്ലേ, ചിലപ്പോ ഉദ്ദേശിക്കുന്നവർ ഓടിയെത്തണമെന്നില്ല. കുളിച്ച് ചിലപ്പോ ഓടിച്ചെന്നും സ്റ്റേജിൽ കയറി കർത്താവ് എന്ന കൃപയിൽ പ്രസംഗിച്ച് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോരും. രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്ത് മടങ്ങി വരുമ്പോ വളരെ അപൂർവമായിട്ട്, എല്ലാവരും അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് വളരെ റെയർ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ വീട്ടിൽ ചെന്നൊന്നും തിരിച്ചു ചോദിക്കുന്നത്, അങ്ങോട്ട് ചെല്ലുമ്പോൾ വിളിച്ചോണ്ടിരിക്കുക എവിടെ എന്ന്, തിരിച്ചു ചെല്ലുമ്പോൾ പക്ഷെ വീട്ടിൽ ചെന്നോന്ന് തിരക്കിട്ടുള്ളവർ വളരെ കുറവാണ്. ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ ഇറ്റ്സ് വെരി റെയർ. 100 പോയിട്ടുണ്ടെങ്കിൽ ഒരു 10 പേര് പോലും തിരിച്ചു ചോദിച്ചിട്ടില്ല. ഒരു 5% പോലും ചോദിച്ചിട്ടുണ്ട്. അവിടെ കാര്യം കഴിഞ്ഞു. പക്ഷെ ഞാൻ മക്കളോടൊക്കെ പറയും, ഞാൻ 1 മണിക്കും 2 മണിക്കും വീട്ടിലെത്തുമ്പോൾ ഒരു 3 വർഷം മുമ്പ് ഒരു എത്ര വയ്യായെങ്കിലും ഞാൻ വന്നിട്ട് ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ടായിരുന്നു. ഇതൊക്കെ 10 വർഷം മുമ്പ് എൻ്റെ അമ്മ മരിച്ചുപോയി. അന്ന് ആ സമയത്ത് എൻ്റെ ഒരു ജീപ്പുണ്ട്, മഹേന്ദ്രയുടെ ഒരു ജീപ്പ്. എൻ്റെ ജീപ്പിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ആരും പറയാതെ എഴുന്നേറ്റ് വന്ന് കഥ ഉറക്കുന്ന ഒരു അമ്മയുണ്ടായിരുന്നു. എവിടാ എന്ന് തിരക്കിക്കൊണ്ടിരിക്കും. വന്നിട്ട് കിടക്കത്തുള്ളൂ. ഇനി കിടന്നാലും അവർക്ക് ഉറക്കം വരത്തില്ല. അപ്പൊ ഇതൊന്നും മറന്നു പോകല്ലേ. ചിലപ്പോൾ അവർ ഇച്ചിരി വഴക്ക് പറഞ്ഞിരിക്കും. നിങ്ങൾക്കത് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ എന്തെങ്കിലും തിരിച്ചു പറഞ്ഞാലും ഒന്നും പറയാതെ പോയിരുന്നവർ കരയും. നിങ്ങൾ 4 മണിക്ക് വരണം, 5 മണിക്ക് വരണം. ഞാൻ സത്യമായിട്ട് ചോദിച്ചിട്ട്, ഈ അപ്പനും ചത്തുപോയത് നിങ്ങളെ ആര് വിളിക്കും? നിങ്ങളിപ്പോ ചെന്നൈയിലും ബാംഗ്ലൂരും പോയി, അപ്പനും അമ്മയും ഇവിടെ ഉണ്ടെങ്കിലല്ലേ അവർ MP വിളിച്ചു, MLA വിളിച്ചു, ആരെങ്കിലും വിളിച്ച് കയ്യേക്കാലെ പിടിച്ച് എങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ടുവരാൻ നോക്കത്തുള്ളൂ. അല്ല എന്റെ കുഞ്ഞിനൊന്നും പറ്റരുതെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കത്തുള്ളൂ. വേറെ ആര് പ്രാർത്ഥിക്കും? അപ്പൊ അവരൊരു കാരണവശാലും വേദനപ്പെടരുത്. ഞാൻ എന്റെ കണ്ണിന് മുമ്പിൽ കണ്ടിട്ടുണ്ട് അപ്പനെ അടിക്കുന്ന മക്കളെ. ആ അടിച്ച മക്കളെ അവരുടെ മക്കൾ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ മക്കളെ അവരുടെ മക്കൾ അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഈ കൊച്ചായുസിൽ കണ്ടുമുട്ടിയ കാര്യങ്ങൾ. ഒരു കാര്യം ഞാൻ പറയാം, നികഷ്ടബുദ്ധിയാണ് അപ്പനും അമ്മയും അനുസരിക്കാത്തത്. ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികഷ്ടബുദ്ധി ഏൽപ്പിച്ചു. അതുകൊണ്ട് നമ്മൾക്ക് നികഷ്ടബുദ്ധി വേണ്ട. പിന്നെന്താ? ബുദ്ധിഹീനർ, നിയമലംഘികൾ. ബൈക്കിൽ പോണം, എത്ര മൈൽ സ്പീഡിലാ? 60 മൈൽ സ്പീഡിലല്ലേ 7 മൈൽ സ്പീഡിൽ പോണം. ഇത് ക്യാമറ കാണുമ്പോ ഇതൊക്കെ വന്നിട്ട് ബാക്കിയോട് 90 100 പോയിട്ട് ഓരോരുത്തർ ഉരുണ്ട് വീണ്ടും മരിക്കാറായി കിടക്കുക. നിയമം ലംഘിക്കുകയല്ലേ. ദൈവമക്കൾ മര്യാദയ്ക്ക് വാഹനം ഓടിക്കണം. ബൈക്ക് കൈ കിട്ടുമ്പോ 100 മൈൽ സ്പീഡിൽ പോകുന്ന നിയമലംഘനം, നികഷ്ടബുദ്ധി, ആത്മഹത്യാ പ്രവണത കൊണ്ടായി ബൈക്ക് ഓടിക്കുന്നത് വല്ലാത്ത സ്പീഡിൽ. അത് പ്രായത്തിന്റെ ഒരു വികടത്വം. അതൊക്കെ ഇച്ചിരി കഴിയുമ്പോൾ മാറും. പക്ഷെ ആ മാറി കഴിയുമ്പോൾ ആയുസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് തിരുത്താനൊക്കത്തുള്ളൂ. വാത്സല്യമില്ലാത്തവർ. എന്താ വാത്സല്യമില്ലാത്തവർ? വിത്തൗട്ട് നാച്ചുറൽ റിലേഷൻഷിപ്പ്. വാട്ട് യു മീൻ ബൈ നാച്ചുറൽ റിലേഷൻഷിപ്പ്? അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം, അപ്പന്റെ അമ്മയുടെ മക്കളും അപ്പനും തമ്മിലുള്ള ബന്ധം, കൂടപ്പുറപ്പുകൾ തമ്മിലുള്ള ബന്ധം, കസിൻസ് തമ്മിലുള്ള ബന്ധം,
ദൈവദാസനെ കാണുമ്പോൾ ഉള്ള ബഹുമാനം, ഇതെല്ലാം നാച്ചുറൽ റിലേഷൻഷിപ്പാണ്. പക്ഷെ നികൃഷ്ട ബുദ്ധി നാച്ചുറൽ റിലേഷൻഷിപ്പ് ഇല്ല, കൂടെ പുറപ്പുകളോട് സ്നേഹമില്ല. പണ്ടൊക്കെ ചേട്ടാനിമാരൊക്കെ തമ്മിൽ എന്തൊരു സ്നേഹ. മൂത്തവന് മുട്ടായി കിട്ടി അവനിങ്ങനെ ചോദിക്കും, ഒന്നുകൂടെ തരാം അനിയന് കൊടുക്കാൻ, അല്ലെങ്കിൽ പാത്ത് കഴിക്കാതെ കൊണ്ട് കൊടുക്കും, ഉടുപ്പ് പാത്ത് വെക്കും. കൂടെപ്പുറപ്പുകളൊക്കെ തമ്മിൽ എന്തൊരു സ്നേഹം. നികൃഷ്ട ബുദ്ധി, വാത്സല്യമില്ല, കനിവറ്റു. ഈ വക പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ എന്ത് ചെയ്യുന്നു? പ്രസാദിക്കുന്നു. അങ്ങനെയുള്ളവര് ഭയങ്കര ഹീറോ ആകുന്നു. നികൃഷ്ട ബുദ്ധി എന്തുകൊണ്ട് സംഭവിച്ചു? ദൈവത്തെ ദൈവം എന്ന് അറിഞ്ഞിട്ട് അവനെ ഓർത്ത് മഹത്വീകരിച്ചില്ല, നന്ദി കാണിച്ചില്ല. അവർ ആരായി? അസ്വാഭാവികരായി. എന്നാൽ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, എന്റെ പൊന്നു മക്കളെ, അവർ ദൈവസന്ധി കാത്തിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ കാത്തിരുന്നു. പക്ഷെ കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ സംഭവിക്കുന്ന, ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാ അവിടെ മേൽ വന്നു. അവർ അന്യഭാഷകൾ ദൈവത്തെ സ്തുതിച്ചു. അവിടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. അവർ പത്രോസ് 11 പേരോട് ഇന്ന് സംസാരിച്ചു. ഇതെല്ലാം കണ്ടിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർ സാധാരണക്കാരും പഠിപ്പില്ലാത്തവരെന്ന് ഗ്രഹിക്കാലും അവർ ആശ്ചര്യപ്പെട്ടു. ഏതോസം പഠിപ്പിക്കുകയാണ്, അവർ സാധാരണക്കാരായിരുന്നു, പക്ഷെ അവർ അസാധാരണമായി സംസാരിക്കുന്നു. ഇത് കണ്ടപ്പോൾ അവർ വിസ്മയം പൂണ്ടുകയാണ്. അവർ ഒരുമിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ അവർ പത്രോസിന്റെ യോഹന്നാന്റെ ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരായ മനുഷ്യരെന്ന് ഗ്രഹിക്കാനും ആശ്ചര്യപ്പെട്ടു. ഇവർ യേശുവിനോട് കൂടെയായിരുന്നു. അപ്പൊ ഇവിടെ എനിക്ക് 2 കാര്യം പറയാറുണ്ട്. ഒരാൾ ഒരു കൂട്ടർ അൺനാച്ചുറലായി, അസ്വാഭാവികരായി. God gave them also a depraved mind to do what ought not to be done. എന്ത് ചെയ്യരുതോ അത് ചെയ്ത് നികൃഷ്ട ബുദ്ധിക്കേൽപ്പിക്കപ്പെട്ടപ്പോൾ ദൈവത്തെ ദൈവം എന്നോർത്ത് മഹത്വീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്ന അപ്പോസ്തലന്മാരെ ദൈവം ഈ ശക്തിയാ നിറച്ചപ്പോൾ അവർ ആരായി? അസാധാരണക്കാരായി. They become extraordinary. അവരുടെ ധൈര്യം, അവരുടെ ഐക്യത, അവരുടെ സ്നേഹം, അവരുടെ മാറ്റം കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അപ്പൊ 2 സാധ്യതകളാണ് കുഞ്ഞുങ്ങളെ നമ്മുടെ മുമ്പിൽ. either you can be a natural being or you can be an extraordinary. ഏത് വേണമെന്ന് തീരുമാനിക്കുക. എക്സ്ട്രാഓർഡിനറി എന്നത് അപ്പനും അമ്മയോട് ബഹുമാനം, സ്നേഹം, എല്ലാവരോടും വാത്സല്യം, കനിവ്, നിയമത്തെ അനുസരിച്ച് മര്യാദയ്ക്ക് കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദുശീലങ്ങളില്ല. നമ്മുടെ ശരീരത്തെ ദുശീലം പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് പകൽ ഏറ്റുപറയണം. കാരണം നമ്മളെ കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. പൊന്നെ, ആഗ്രഹിക്കുന്നില്ല ദൈവം. God gave them over to a different. നമുക്ക് 2 സാധ്യത. either you can be unnatural or you can be extraordinary. ഏതാകണം എന്ന് ആഗ്രഹം? എക്സ്ട്രാഓർഡിനറി ആകണമെങ്കിൽ ഒറ്റ കാര്യം, അപ്പോസ്തലന്മാരെ പോലെ അവർ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ എനിക്കറിയാം ദൈവം നമ്മളെ എക്സ്ട്രാഓർഡിനറി സ്നേഹത്തെ കൊണ്ടുവരും. അവർ യേശുവിനോട് കൂടെ ആയിരുന്നു മക്കളെ. യേശുവിനോട് കൂടെ ആയിരുന്നു മക്കളെ. നിങ്ങൾക്ക് ഇഷ്ടമാണ് യേശുവിനോട് കൂടെ നടക്കുക? ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ യേശുവിന്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടമാണ്. യേശുവിന്റെ കൂടെ ഇരിക്കുന്നവര് അസാധാരണക്കാരാകും, അസ്വാഭാവികരാകത്തില്ല. അവർക്ക് പഠിപ്പില്ലെന്നെങ്കിലും അസാധാരണക്കാരായി. ഇതിനെ ശ്രദ്ധിക്കുന്ന എല്ലാ പൊന്നു മക്കളെ, കുഞ്ഞുങ്ങളെ, ഈ ലോക്ക്ഡൌണിൽ ദൈവം നമുക്ക് കുറച്ച് സമയം തന്നിരിക്കുക. എന്തിനാണെന്നറിയാമോ? യേശുവിനോട് കൂടെ ഇരിക്കുക, പ്രാപിക്കുക. നിങ്ങൾക്ക് അതിന് ആഗ്രഹമുണ്ടോ മക്കളെ? അങ്ങനെ ഉണ്ടെങ്കിൽ I can give you a guarantee that you become an extraordinary. ദൈവം നിങ്ങളെ അസാധാരണക്കാരാക്കും. അല്ലെങ്കിലോ അസ്വാഭാവികരാകും, അൺനാച്ചുറൽ ആകും. ഏതാകണം? എനിക്കൊരു അസാധാരണ ദൈവസ്നേഹം വേണം, ഒരു അസാധാരണ ദൈവകൃപ വേണം, ഒരു അസാധാരണമായ
ദൈവകൃപയുടെ ഭാഗമാകണം. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേര് അവർ കർത്താവോടൊന്ന് പ്രാർത്ഥിച്ചു. അസാധാരണക്കാരനാണ്. രണ്ട് സാധ്യതകളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ട് വെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. Either you can be unnatural or you can be അൺനാച്ചുറൽ ആകാൻ ഒറ്റ കാര്യം ചെയ്താൽ ദൈവം ഓർത്ത് മഹത്വത്തിൽ നന്ദി കാണിക്കുക. നിരൂപണങ്ങളിൽ, ചിന്തകളിൽ എന്തോ ദൈവം ബദ്ധരായി തീർന്ന് പോയാൽ മതി. നിങ്ങൾ പെട്ടെന്ന് അസ്വാഭാവികതയിലേക്ക് പോകും. എന്നാൽ ദൈവത്തോടൊപ്പം ചേർന്ന് നടന്നാൽ, ദൈവത്തോടൊപ്പം ചേർന്നിരുന്നാൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ ഉറപ്പ് അസാധാരണക്കാരൻ. ഈ രണ്ട് സാധ്യതകൾക്ക് മുമ്പിൽ ഏത് വേണം? അസാധാരണക്കാരനാകണമെങ്കിൽ യേശുവിനോട് കൂടെ ഇരിക്കും. യേശുവിനോട് കൂടെ ഇരിക്കും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അതിനുവേണ്ടി നമുക്ക് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തെ സമർപ്പിക്കാം എന്നുള്ള പ്രാർത്ഥനയോടെ ഗണേശദാസൻ വാക്കുകൾ നടക്കും. നമുക്ക് ആ യേശുവിനോട് കൂടി ഒന്നിരിക്കാൻ. ആ പാട്ട് പാടുന്ന സഹോദരന് അതറിയാമെങ്കിലൊന്നും പാടിയാട്ടെ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. ആ സഹോദരൻ ആ പാട്ട് അറിയാമോ? ദിനവും യേശുവിന്റെ കൂടെ, ദിനവും അജു പ്ലീസ്. യേശുവിന്റെ ചാരേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ യേശുനാഥ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്കു പ്രിയനേ യേശുനാഥ, പിരിയാൻ കഴിയില്ലെനിക്കു പ്രിയനേ യേശുനാഥ. സ്നേഹിക്കുന്നേ 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 യേശുവേ, സ്നേഹിക്കുന്നേ 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 യേശുവേ. ഹല്ലേലൂയ. പ്രൈസ് ടു ജീസസ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു നല്ല ഒരു പ്രബോധനം തരുവാൻ കർത്താവിന്റെ ദാസനെ ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തുന്നതിനാൽ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കറിയാം, ഇന്ന് പലരും നാച്ചുറൽ അതിനെ വിട്ട് അൺനാച്ചുറൽ ആകുവാനാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതൊന്നുമല്ല. കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മൾ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കണം, നമ്മൾ സ്നേഹമുള്ളവരായിരിക്കണം, വാത്സല്യമുള്ളവരായിരിക്കണം, നീതിയിൽ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം, ദുഷ്ടതയെ വെറുക്കുന്നവരായിരിക്കണം, അത്യാഗ്രഹമില്ലാത്തവരായിരിക്കണം. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന വണ്ണം വളരുവാൻ ദൈവമക്കളെ നമുക്ക് ഈ ദിവസങ്ങളിൽ കഴിയുന്നുണ്ട്. നമ്മുടെ ലോക്ക്ഡൌണിനെ നമുക്ക് ആത്മീകമായ രീതിയിൽ നമ്മളെ തന്നെ വളർത്തുവാൻ നമുക്ക് ഉപയോഗിക്കുവാൻ കഴിയുന്നുണ്ട്.
എത്ര പേർക്ക് അതിന് കഴിയുന്നുണ്ട്? യു ഹാവ് 2 choices before, either be natural or extraordinary, either be unnatural or extraordinary. What have you chosen today? നിങ്ങൾ ഏതിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? അൺനാച്ചുറൽ ആകുവാനാണോ അതോ എക്സ്ട്രാ ഓർഡിനറി ആകുവാനാണോ? കർത്താവിനോട് കൂടെ നടക്കുവാനാണോ അതോ കർത്താവിൽ നിന്ന് അകന്നു പോകുവാനാണോ? ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവിനെ വെറുത്ത് കർത്താവിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തലമുറയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ആരും നശിച്ചു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആദ്യായത്തിൽ റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ട്. ഹല്ലേലൂയ. ഈ വക പ്രവർത്തിക്കുന്നവരെല്ലാം മരണയോഗ്യരാണ്. നമുക്കറിയാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. ആമേൻ. ഈ പ്രവർത്തികൾ നമ്മളെ എവിടെ കൊണ്ടുപോയി എത്തിക്കുമെന്ന് അറിയാഞ്ഞിട്ടല്ല, അത് പ്രവർത്തിക്കുന്നവർക്ക് അതിനെ അറിയാഞ്ഞിട്ടല്ല. ആമേൻ. ദൈവവചനത്തെ അറിഞ്ഞവർ, ആമേൻ, ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്നാനപ്പെട്ട് കർത്താവിന്റെ കൂടെ നടന്നവർ പലപ്പോഴും അതിനെ വിട്ട് ഹല്ലേലൂയ ദൂരത്തേക്ക് സഞ്ചരിക്കുന്നത് അത് അറിയാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. ഈ പ്രവർത്തികൾ മരണയോഗ്യമെന്ന് അറിയാഞ്ഞിട്ടല്ല. ഹല്ലേലൂയ. അതറിഞ്ഞിട്ടും അവർ അത് ചെയ്യുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഹല്ലേലൂയ. ആമേൻ. അവരതിനു വേണ്ടി തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ഹല്ലേലൂയ. അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ. ഇന്ന് നമ്മൾ ഏതിലാണ് നമ്മളെ തന്നെ ഉൾപ്പെടുത്തുന്നത്? നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും ദൈവമക്കളെ? ഹല്ലേലൂയ. നമുക്ക് ഇന്ന് പകൽക്കാലം ദിവസനെ സമർപ്പിക്കുവാൻ കഴിയും. നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ സ്നേഹിതർ, ഒരുപക്ഷെ നമ്മുടെ സഭയിലുള്ള ഹല്ലേലൂയ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കാം. നമ്മളോട് കൂടെ ഒരുപക്ഷെ ദൈവത്തെ ആരാധിച്ചവർ തന്നെ ആയിരിക്കാം. അവർ ദൈവത്തെ വെറുക്കുമ്പോൾ ഇല്ല, ഞാൻ ദൈവത്തെ സ്നേഹിക്കുമെന്നൊരു തീരുമാനം നമുക്ക് എടുക്കുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതം തകർന്നിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ആത്മീയ ജീവിതം ഇന്ന് തകർന്നിരിക്കുകയാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഹല്ലേലൂയ. കർത്താവേ, ഹല്ലേലൂയ, മറ്റുള്ളതിനേക്കാൾ ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ നിന്റെ സന്നിധിയിൽ ക്രമീകരിക്കുക എന്ന് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. ഈ മീറ്റിംഗ് നമുക്കൊരു നഷ്ടമായെന്ന് വരരുത്. ഹല്ലേലൂയ. ഇത് കേട്ട് നമുക്ക് ആർക്കും ഈ മീറ്റിംഗ് ഒരു നഷ്ടമായെന്ന് വരരുത്. ഇന്ന് നമ്മൾ എന്തെങ്കിലും പ്രാപിച്ചിട്ട് മാത്രമേ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ നമ്മൾ ഇവിടെ എഴുന്നേൽക്കാവൂ. ദൈവം നമ്മളെ സ്നേഹിക്കും. അതുകൊണ്ടാണ് പിന്നെയും കർത്താവ് നമ്മളോട് സംസാരിച്ചത്. വചനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടുള്ള എല്ലാവിധമായ നന്ദിയെ ഞാൻ ഈ ക്ഷണത്തിൽ ഹല്ലേലൂയ ഓർമ്മിപ്പിക്കുകയാകും. സൗത്ത് കേരള സെക്ഷന്റെ നാമത്തിൽ, സൗത്ത് കേരള സെക്ഷൻ യൂത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നാമത്തിലുമുള്ള എല്ലാ നന്ദിയും എല്ലാ സ്നേഹത്തെയും വന്ദനത്തെയും കർത്താവിന്റെ ദാസനോട് ഞാൻ അറിയിച്ചു കൊള്ളുന്നു. വീണ്ടും ഹല്ലേലൂയ അനേക സ്ഥലങ്ങളിൽ ചെന്ന് അനേകരോട് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ഹല്ലേലൂയ അത് ആമേൻ പ്രഘോഷിക്കുവാനും അനേകരെ കർത്താവിലേക്ക് ഹല്ലേലൂയ മടക്കി വരുത്തുവാനും ദൈവത്തിന്റെ ദാസനെ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിങ്ങിനെ ഇവിടെ അവസാനിപ്പിക്കുവാൻ വേണ്ടി പോകുകയാണ്. ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുമ്പോൾ നെട്ടനയിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന കർത്താവിന്റെ ദാസൻ റവറൻ ടി.ഐ. ജോയ് അവറുകൾ ആമേൻ നമുക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ ദാസൻ ആമേൻ ആമേൻ ആശീർവാദം പറയുകയും ചെയ്യുന്നതായിരിക്കും. ആമേൻ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ എന്ത് നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഈ സമയം പ്രാർത്ഥന ഓർത്ത് ദൈവത്തിൽ നമുക്ക് ഒരല്പസമയം നന്ദി പറയുവാൻ ചെയ്യട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല മധ്യാഹ്നം കഴിഞ്ഞ സമയത്തിനായി സ്തോത്രം. ഈ സായം സന്ധ്യാവേളയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്റെ കുഞ്ഞുങ്ങൾ തീരുമാനിച്ചതുപോലെ, ദൈവത്തോട് പ്രാർത്ഥിച്ചതുപോലെ ഈ സായം സന്ധ്യാ സമയത്ത് കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് ഇന്നൊരല്പസമയം ആരാധിക്കുവാനും എന്റെ ദാസൻ മുഖാന്തരമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ആരാധനകൾ കേൾക്കാൻ ദൈവം സഹായിച്ചു. ഇത് പകൽക്കാലം കർത്താവെ ഇതിനെ ശ്രമിച്ച
എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ കർത്താവെ ഇതിനെ സ്തോത്രം ഇങ്ങനെ ക്രമീകരിച്ച അങ്ങയുടെ ദാസനെയും കർത്താവെ ഹല്ലേലൂയ PS തോമസിനെ, അതുപോലെ തന്നെ കർത്താവെ ഇതിനോട് പ്രവർത്തിച്ച ആ യുവജനങ്ങളായ കുഞ്ഞുങ്ങളെ, ഇതിനെ സപ്പോർട്ട് ചെയ്ത ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ കർത്താവെ സ്തോത്രം വചന ശുശ്രൂഷിച്ച കർത്താവ് ദാസനെ പ്രാർത്ഥിക്കുന്നു. ദാസനെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഇങ്ങനെയുള്ള സ്തോത്രം ഈ ബാധ എത്രയും വേഗം കർത്താവെ സ്തോത്രം ലോകത്തെ ഞടുക്കിക്കൊണ്ടിരിക്കുന്ന അദൃശ്യമായ ഈ ബാധ കർത്താവ് എത്രയും വേഗം ഈ ലോകത്തൊന്നും മാറി ഈ ലോക സ്വാതന്ത്ര്യമാകുവാൻ തക്കോണം കർത്താവ് സഹായിക്കണം. മരണഭീതിയിൽ കഴിയുന്ന അനേകരുണ്ട്, രോഗക്കിടക്കിയിലായിരിക്കുന്ന അനേകരുണ്ട്. കർത്താവേ, ഞങ്ങൾക്ക് ഇത് സംഭവിക്കുമോ എന്ന് ഭയന്നുകൊണ്ടിരിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ഒരു കാര്യം ഞങ്ങൾ മനസ്സിലാക്കും, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാകുന്ന ഞങ്ങൾ ഈ ദേശത്തും അനേകം സ്വത്ര ദൈവമക്കൾ വിവിധ സ്ഥലങ്ങളിലായിരിക്കും, അവരെയും അവിടെ എന്റെ രക്തം കൊണ്ട് മുദ്രയിട്ട് സൂക്ഷിക്കുന്നത് ഓർത്ത് ഞങ്ങൾ നടക്കുന്ന ഈ സായം സന്ധ്യാവേളയിൽ വീണ്ടും കർത്താവ് എന്നെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരുന്ന ആളുകളിലൊക്കെ ഈ എത്രയും വേഗം ലോക്ക്ഡൌൺ ഒക്കെ നീങ്ങി വിവാദി ഒഴിഞ്ഞ് ദൈവജനം ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാൻ തക്കോണം അതിനുള്ള സാഹചര്യങ്ങൾ കർത്താവ് ഒരുക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ദൈവകാലം എല്ലാ വിഷയങ്ങളുടെയും മധ്യത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. ദൈവഭരണത്തിനൊത്തവണ്ണം എല്ലാ ദൈവമക്കളും ജീവിക്കുവാൻ തക്കോണം കർത്താവ് എല്ലാവരും സഹായിക്കണം. ഒരിക്കൽ കൂടെ ദൈവമേ ഇതിനു വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ ദാസന്മാർ, നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്ത ദിവാസന്മാരെയും ഓർത്ത് കർത്താവ് സഹായിക്കണം. യേശു തന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവ് ദൈവത്തെ സ്തുതിച്ച പിതാവാ ദൈവത്തിന്റെ സ്നേഹവും ക്രിസ്തുവിന്റെയും ആശ്വസിപ്പിച്ച് വഴി നടത്തും പരിശുദ്ധാത്മാവിന്റെ സംബന്ധം പ്രാർത്ഥിച്ച ആ സകല വിഷയങ്ങളോട് കൂടി വന്ന് ശ്രദ്ധിച്ച എല്ലാ ദൈവജനത്തോടെ വചന ശുശ്രൂഷാവദാസനോട് ഇതിനെ ലീഡ് ചെയ്ത ഇതിന് പിൻ പ്രവർത്തിച്ച എല്ലാ ദൈവദാസന്മാരോടും ഭൂമിയുടെ സർവശുദ്ധിമാരോടും ഇന്നു മുതൽ ഉണ്ടായിരിക്കുമാറാകട്ടെ. നമുക്ക് ചെയ്യുന്ന ഒരിക്കൽ കൂടി സ്തുതിച്ചാൽ Thank you, Pastor.